അശ്വതി മാമിനെയും അതുൽ പ്രകാശ് സാറിനെയും ഞങ്ങൾ MESലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയാണ്. അപ്പം എനിക്ക് ഇതൊരു എൻ്റെ ഒരു ഡ്രീം കാണുന്ന ഒരു എഫക്റ്റാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലെ അശ്വതി മാം കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ മിസ്സിൻ്റെ റീൽസും മിസ്സിൻ്റെ അക്കൗണ്ടും ഞാനിങ്ങനെ എന്താ പറയുക, നമ്മളെ എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു അവസരം എനിക്കിവിടെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളതിന് മുന്നേ എൻ്റെ പാരൻസിൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യായിരുന്നു. കാരണം മിസ്സിൻ്റെ റീൽസ് വഴി കലാമണ്ഡലത്തിൻ്റെ ഉള്ളിലെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം കൊണ്ടും ഞങ്ങൾ ഓരോരുത്തരും ഇപ്പം നമ്മളിവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറയുമ്പം ഇത് പൂർണ്ണമാവുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു എന്താ പറയുക നർത്തകിയുടെ ഒരു പ്രസൻസ് കൊണ്ട് കൂടിയാണ്. അപ്പം നമുക്ക് നമ്മളെ സെഷനിലേക്ക് പോവാം. സോ അതിന് മുന്നേ ക്ലാസിക്കൽ ജംസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഫസ്റ്റ് ആർട്ട് സ്കൂളാണ് അത്. കോഴിക്കോടാണെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇവരെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്ററാണ്. അപ്പം എങ്ങനെ ആർട്ട് എന്ന് പറയുന്നതിലേക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഒരുപാട് അറിയാൻ ഉണ്ട്. അപ്പം ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഹലോ എവ്രി വൺ. എൻ്റെ പേരാണ് കലാമണ്ഡൽ അശ്വതി. ആൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെൻ്റെ ബ്രദറാണ്, അതുൽ പ്രകാശ് എന്നാണ്. ഞാൻ 8 years കേരള കലാമണ്ഡലത്തിലാണ് പഠിച്ചിട്ടുള്ളത്, 8th standard to bachelor's. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് MA ഭരതനാട്യം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എന്നാണ്. ആൻഡ് മൈ ബ്രദർ ഇറ്റലിയിലായിരുന്നു ആളുടെ MBA ചെയ്തത്. അപ്പോൾ പുള്ളി MBA കംപ്ലീറ്റഡ് ആയതിനു ശേഷം ഒരു MNC കമ്പനിയിൽ 5 years വർക്ക് ചെയ്തു. ആ MNC കമ്പനിയിൽ വർക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ക്ലാസ്സസ് ഒക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ചെയ്ത സമയത്ത് ബ്രദർ ജോബ് റിസൈൻ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അശ്വതീസ് ക്ലാസിക്കൽ ജംസ് കാലിക്കറ്റിൽ. കേരളത്തിൽ തന്നെ പ്രീമിയം ആർട്ട് സ്കൂളായിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയപ്പെടുന്നത്. അപ്പം ഇന്ന് ഇങ്ങനൊരു സെഷൻ ഞങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് തന്ന ഹിബ ആൻഡ് ടീമിന് ഒരുപാട് നന്ദി. മാത്രമല്ല MES കോളേജിൽ വന്നൊരു ഈ ഒരു സെഷനിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച് each and everyone. Thank you. Hello everyone. First of all, I want to thank MES College and the entire student community who organized this Litora Fest. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആക്ച്വലി വെൻ ദേ കെയിം ഫോർ ദ ഫസ്റ്റ് ടൈം. ഞങ്ങളും അവരെ ഫസ്റ്റ് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നൊരു റാൻഡം മീറ്റിങ്ങിലാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസിൻ്റെ ടീം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ആർ ഓർഗനൈസിങ് എ ലിറ്റോറ സച്ച്, അതായത് നമ്മൾ KLFൻ്റെ ഒക്കെ ഒരു മിനിയേച്ചർ വേർഷൻ അവരിവിടെ സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ആൻഡ് ഇറ്റ് വെൻറ്റ് ടു ബി എ ഗ്രേറ്റ് ഇവൻറ്റ് ആൻഡ് വി ആർ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ ജംസ് എന്നുള്ളത് ആക്ച്വലി നോൺ ടു ബി ദി കേരളാസ് ഫസ്റ്റ് പ്രീമിയം ആർട്ട് സ്കൂളാണ്. ഇറ്റ്സ് ബീൻ 2.5 years now. We are going to be the third year. പിന്നെ ക്ലാസിക്കൽ ജംസിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വതി ആക്ച്വലി ഒരു കലാമണ്ഡലത്തിൽ 10 years പഠിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു വിഷനും കൂടി ആയിരുന്നു ആക്ച്വലി ഇതൊരു ഡാൻസ് സ്കൂൾ മാത്രമായിട്ട് മാറരുത്, ഇതൊരു ആർട്ട് അക്കാഡമി ആയിട്ട് തന്നെ നമുക്ക് കാലിക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഡാൻസും ഡ്രോയിങ്ങും മ്യൂസിക്കും എല്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രോപ്പർ ആർട്ട് അക്കാഡമി ആയിട്ട് തന്നെ നമുക്കിത് ഫോം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളപ്പോൾ അങ്ങനെ ഇനീഷ്യലായ സ്റ്റേജിൽ അത് സ്റ്റാർട്ട് ചെയ്തു. നൗ വി ആർ ഹിയർ, നൗ വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ഇതാണൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മീ ആൻഡ് മൈ ബ്രദർ. സോ മാമിന് പരിചയപ്പെട്ട് എല്ലാവരും, അതായത് പരിചയപ്പെട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ലൈക്ക് ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരിക്കെ ഓൺട്രപ്രനറായി മാറാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത ആ ഒരു ഫാക്ടർ എന്താണ്? ഇപ്പോൾ ഇവിടെ ഉള്ളത് കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഈ പിന്നിൽ കാണുന്നുണ്ട്. ബോയ്സ്, നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരു യങ്സ്റ്റർ ആയിരുന്നു ഞാൻ, ഒരു യങ് ഓൺട്രപ്രണറാണ്.
അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ കുറേ നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ആർട്ടിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. എനിക്കങ്ങനെ മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. ഞാൻ പഠിച്ചതെല്ലാം കലാപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഓൺട്രപ്രണർഷിപ്പ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടങ്ങുന്ന സമയം, അതായത് കോവിഡിൻ്റെ മുമ്പായിട്ട് തന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുമായിരുന്നു. അപ്പോൾ കോവിഡിന് ശേഷവും കോവിഡ് ടൈമിലുമാണ് ഈ ഓൺലൈൻ കൂടെ ഡാൻസ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ആർട്ട് പഠിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്ന് തുടങ്ങിയത്. പക്ഷെ ഞാൻ അതിന് മുമ്പ് തന്നെ ഓൺലൈനായിട്ട് ക്ലാസ്സസ് എടുക്കുമായിരുന്നു. 2 US സ്റ്റുഡൻസിന്. ഞാൻ ആ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആക്സസ് ഉള്ളൂ ആ ടൈമിൽ. കാരണം നമുക്കങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. +2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫോൺ അലൗഡ് ആവുള്ളൂ. ആ ടൈമിൽ എനിക്കൊരു 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. കലാമണ്ഡലത്തിൽ തന്നെ ഷോർട്ട് ടൈം കോഴ്സിന് വന്ന 2 സ്റ്റുഡൻസ്. അവർ US പോയ സമയത്ത് അവരെന്നെ കണക്ട് ചെയ്യുകയും പിന്നീട് അവർക്ക് 2 പേർക്കും ഞാൻ ഓൺലൈനിൽ കൂടെ ക്ലാസ്സസ് എടുക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വെറും 2 സ്റ്റുഡൻസേ ഉള്ളൂ. എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാനുവൽ വർക്കും അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഓൺലൈനിൽ കൂടെ. എന്നാൽ ഞാൻ വാട്സപ്പ് ത്രൂ ആണ് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് 1-on സെഷനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവരെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ അവരെ പഠിപ്പിച്ചതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് എടുത്ത് അവർക്ക് വാട്സപ്പ് ത്രൂ വളരെ നോർമലായിട്ട് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യും. പിന്നീട് അവർ പഠിക്കും. പിന്നെ ഞാൻ തന്നെ അവർക്ക് റിമൈൻഡർ അയക്കും, നാളെ ഇന്ന ടൈമിൽ, ലൈക്ക് നമ്മളുടെ ഡേ ആൻഡ് ടൈം വ്യത്യാസമുള്ളതുകൊണ്ട് IST ടൈമിൽ ഇത്ര മണിക്ക് ക്ലാസ് കാര്യങ്ങൾ. പിന്നീട് അതിനുശേഷം ഞാൻ കോവിഡ് ടൈമിൽ വന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ ഉള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് അറിയാം ആർട്ടിസ്റ്റുകൾക്കൊന്നും ഇൻകം എന്നുള്ളത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ സമയമാണ്. കാരണം ആരും റിമോട്ടായിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആർട്ട് പഠിപ്പിക്കാം എന്നുള്ളത് എല്ലാവർക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. സോ ആ 2 സ്റ്റുഡൻസിനെ ഞാൻ അന്നും പഠിപ്പിക്കുമായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു ഇൻസ്റ്റഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് കുറച്ചുകൂടി വീഡിയോസൊക്കെ ഇട്ട് ഒന്ന് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ ആർട്ടിസ്റ്റ് എന്നെ കുറച്ചുകൂടി ആൾക്കാരിലോട്ട് എത്തിക്കാം, റീച്ച് കൂട്ടാം എന്ന് വിചാരിച്ചു. കാരണം ആ സമയത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആങ്കർ പറഞ്ഞതും ഹോസ്റ്റ് ചെയ്യുന്ന കുട്ടി പറഞ്ഞതുപോലെ ആ സമയത്ത് കലാമണ്ഡലത്തിലെ കാര്യങ്ങളെല്ലാം എൻ്റെ പേജ് ത്രൂ ആയിരുന്നു അറിഞ്ഞുകൊണ്ടിരുന്നത്. കുറേ കുട്ടികൾ കലാമണ്ഡലത്തിൽ ചേരണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ കാരണം വിസിബിളായിട്ട് കലാമണ്ഡലത്തിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ അറിയുന്നത് എൻ്റെ പേജ് ത്രൂ ആയിരുന്നു. അങ്ങനെ ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് വീഡിയോസ് സെൽഫ് ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഫോട്ടോഷൂട്ട്സ്, വീഡിയോസ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് റീച്ച് കിട്ടി. അങ്ങനെ ഒരു 1 year കഴിഞ്ഞ് ഒരു 5000 ഫോളോവേഴ്സൊക്കെ ആയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇറീന പറഞ്ഞിട്ട്, ഒരു ഫോറിനറാണ്. പുള്ളിക്കാരിൻ്റെ ഒരു ഫ്രണ്ടാണ് ആക്ടർ സുദേവ് നായർ. അപ്പോൾ പുള്ളി എൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ്സസിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്തു. ആ പുള്ളി ഷെയർ ചെയ്തത് ത്രൂ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് വന്നു. അപ്പോഴും എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വോളിയം ഉള്ള ഒരു സ്റ്റുഡൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് കേട്ടാൽ ലൈക്ക് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നുമല്ല ചെയ്ത്, ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരുന്നു. കുറേ കുട്ടികളുണ്ട്. ഞാനൊരു 200 പേജിൻ്റെ ബുക്കിലാണ് ഞാൻ ഈ കുട്ടികൾക്കൊക്കെ ഓരോരോ പേജ് ഓരോ കുട്ടികൾക്ക് വെക്കും. എന്നിട്ട് അതിൽ ആ കുട്ടികളെ അറ്റൻഡ് ചെയ്ത ലൈക്ക് ഡേറ്റ്, എന്താണ് പഠിപ്പിച്ചത്, അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്നേ ബ്രദർ പറയായിരുന്നു ലൈക്ക് നിനക്കൊരു ലൈക്ക് 50+ അല്ലെങ്കിൽ 60+ ഓഫ് സ്റ്റുഡൻസ് വന്നാൽ ഒരിക്കലും മാനുവലി ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ നമുക്ക് ടൈമിൽ വ്യത്യാസം വരും, അപ്പോൾ തെറ്റും, വീണ്ടും പേജ് പിച്ചും, പിന്നെയും എഴുതും. അപ്പോൾ അങ്ങനത്തെ വളരെ മാനുവലായിട്ടായിരുന്നു ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആഫ്റ്റർ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പോയ സമയത്തും ഞാൻ ഇതേപോലെ വളരെ കൺവെൻഷണൽ രീതിയിലായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ലൈക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു സ്കൂള് തുടങ്ങണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് സ്ട്രക്ചറാക്കിയ ഒരു രീതിയിലോട്ട് സ്കൂള് വളർത്തണം അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളതൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ബ്രദർ കാണുന്നുണ്ട് ഞാനിങ്ങനെ ക്ലാസ്സസ് എടുക്കുന്നതും സ്ട്രഗിൾ ചെയ്യുന്നതും ഈ 200 പേജിൻ്റെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുന്നതും ഒക്കെ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, അശ്വതി നിനക്ക് ഇത്രയും ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ സ്റ്റുഡൻസും കാര്യങ്ങളായിട്ട്. അപ്പോൾ ബ്രദർ എന്നോട് ചോദിച്ചു, അശ്വതി നിനക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്യാം, ഞാൻ നിനക്കൊരു പ്രോപ്പർ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് തരാം, നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ
പിന്നെ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതൊരു ആർട്ട് സ്കൂൾ കൺസെപ്റ്റിലോട്ട് വേണം നമുക്ക് കൊണ്ടുവരാൻ, ഇതൊരു ഡാൻസ് സ്കൂളല്ല. ഒരു റൂഫിൻ്റെ അണ്ടറിൽ ഇത്രയും കാര്യങ്ങൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രീമിയം ആർട്ട് സ്കൂൾ നമുക്ക് എന്തുകൊണ്ട് കാലിക്കറ്റ് തുടങ്ങിക്കൂടാന്ന്. അപ്പോഴും എനിക്ക് മാനേജ്മെൻറ്റ് സൈഡൊന്നും വലിയ പിടുത്തമില്ല. കാരണം ഞാൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സബ്ജക്റ്റേ എനിക്കറിയില്ല. ഇങ്ങനെ കമ്പ്യൂട്ടർ ഓൺ ആക്കണം ഓഫ് ആക്കണം എന്ന് മാത്രമേ എനിക്കറിയാം. പിന്നീട് പുള്ളിയുടെ ജോബ് റിസൈൻ ചെയ്തു. പുള്ളി ഇതിനെ സ്ട്രക്ചർ ചെയ്തു, പ്രോപ്പർ ക്ലസ്റ്റർ, അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ അതാത് കോറായിട്ടുള്ള ആൾക്കാരെ പുള്ളി അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ബ്രദർ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരാളെ എനിക്ക് എൻ്റെ കോ ഫൗണ്ടറായിട്ട് വന്ന സമയത്ത് എനിക്ക് ആ പുള്ളിയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു തരുന്ന കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഇപ്പം നമ്മൾ 3 years കംപ്ലീറ്റഡ് ആവാൻ പോകുന്നു. വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ആർട്ടിൽ തന്നെ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്ന സ്കൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. അപ്പോൾ എനിക്കത് അഭിമാനത്തോടു കൂടി പറയാം, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ വെൽ സ്ട്രക്ചേർഡ് ആണ് ബിക്കോസ് ഓഫ് ഹിം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാറിനോടാണ്. കോ ഫൗണ്ടർ ആൻഡ് ബ്രാൻഡ് മാനേജർ എന്ന നിലയിൽ ക്ലാസിക്കൽ ജെംസ് ഒരു പ്രീമിയം ആർട്ട് അക്കാഡമിയായി സ്റ്റാർട്ട് ചെയ്യുമ്പം വന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ വന്ന ചാലഞ്ചസ് ഒക്കെ എങ്ങനെ ഓവർകം ചെയ്തു? ക്ലാസിക്കൽ ജെംസ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേര് ഞങ്ങൾക്ക് കിട്ടിയത് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു 1 year മുന്നേ തൊട്ട് ഞങ്ങൾ ഈ പേര് സ്ട്രൈക്കിംഗ് ആയിട്ട് മൈൻഡിലുണ്ട്. അപ്പോൾ അന്നോട്ടേ ഇത് തുടങ്ങണം എന്നുള്ളൊരു ഡ്രീം ഞങ്ങൾ 2 പേരെ കയ്യിലുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ ജെംസ് ഇപ്പം ഞാൻ എൻ്റെ ഒരു MNC കരിയറിൽ ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. കൂടുതലും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് റോളാണ്. ഇമിഗ്രേഷൻ അനലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്, ഒരു US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് നാൾ എൻ്റെ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാൾ സ്റ്റാർട്ടപ്സ് പോലത്തെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി എനിക്ക് തന്നൊരു എക്സ്പീരിയൻസും ഒരു അതിനെ പറ്റിയിട്ട് തന്ന ഈ സ്റ്റാർട്ടപ്പുകളെ പറ്റിയിട്ടും കൂടുതൽ കാര്യങ്ങൾ മോർ ദാൻ MNC ഞാൻ കൂടുതൽ കാര്യങ്ങൾ അടുത്തറിഞ്ഞതും ഫൗണ്ടേഴ്സായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റിയതൊക്കെ എനിക്ക് സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്ത ഒരു ടൈമിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വെൻ വി ആർ സ്റ്റാർട്ടിങ്, അപ്പോൾ ഒരു ഏജൻസിൻ്റെ ഒരു ആസ് എ ബ്രാൻഡ് മാനേജർ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിലും കൂടി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ബേസിക് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ സെർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ലുക്ക് അപ്പ്. അതെന്താണെന്ന് വെച്ചാൽ സിമിലർ ആയിട്ട് ഒരു ബ്രാൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചർ റൺ ചെയ്ത് ഒരു നല്ല ഒരു ഇൻസ്റ്റഗ്രാം പേജ് പോലും നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടില്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതൊരു വലിയ ചലഞ്ചായിരുന്നു. അപ്പോൾ ഫ്രം ദി സ്ക്രാച്ച് ഓൺവേർഡ്സ് ഞാനും ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിതിൻ എന്ന് പറഞ്ഞിട്ട്, ആൾ UAE-ലാണ്. ആളാണ് ഇതിൻ്റെ ഇനീഷ്യൽ ടൈം തൊട്ട് മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആളോടുത്ത് ഷെയർ ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇൻഹൗസ് ടീം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടീമാണ്. അപ്പോൾ നമ്മൾ അന്ന് ഫ്രം ദ ലോഗോ ഡിസൈൻ എല്ലാം ഔട്ട്സോഴ്സ് ചെയ്ത് ലോഗോ ഡിസൈൻ തൊട്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ പേജ് പോലും നമ്മളന്ന് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റെഫറൻസ് ഇല്ല ലുക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ നമ്മളെ പേജിന് ഒരുപാട്, ഈവൻ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ UAE എന്നൊക്കെ ഉള്ള ഡാൻസ് സ്കൂളിലെ കുട്ടികൾ ഇവിടെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ വരാൻ നേരത്ത് അവരവിടെ നമ്മളെ പേജും ഇൻസ്റ്റാ ഹാൻഡിൽസും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടാണ് അവരെ റെഫറൻസ് പോലും നോക്കുന്നത്. അപ്പം നമ്മൾ അത്ര ഡൈവേഴ്സായിട്ട് ഒരു ആർട്ട് സ്കൂളിന് ഇങ്ങനെയും കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡൈവേഴ്സായിട്ടും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും, മൊമെൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ആഡ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്തു. അപ്പോൾ അത് കൂടാതെ പിന്നെ അത് എനിക്കൊന്ന് യങ് ആയിട്ടുള്ളൊരു ടീമായിരുന്നു. അശ്വതി പഠിച്ചിറങ്ങിയിട്ട് MA കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇതിലേക്കാണ് ലാൻഡ് ചെയ്യുക. അപ്പോൾ ഏജ് എന്നുള്ളൊരു ഫാക്ടറും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ നോക്കിക്കാണുക ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങളെ ടീച്ചറായിട്ട് നോക്കിക്കാണും. അപ്പോൾ പക്ഷെ ഇവരുടെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ത്രൂ ഔട്ട് ഇവർ 8th തൊട്ട് പഠിച്ചുകൊണ്ട് ഇവർക്ക് ഒരു 10 year ഒരു കോറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ആൾക്കാർ പലപ്പോഴും ഒരു ഫസ്റ്റ് അപ്പിയറൻസിൽ എപ്പോഴും നോക്കുക ഒരു ഏജ്ഡ് ആയിട്ടുള്ള ടീച്ചറായിരിക്കും നമ്മൾ എല്ലാവരും ചിന്തിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അശ്വതിൻ്റെ തന്നെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ അതും ഒരു കൺസേൺ ആയിരുന്നു. പക്ഷേ വെൻ സ്റ്റുഡൻസ് കമ്മിങ് ആൻഡ് എക്സ്പീരിയൻസിങ് അവർ പറഞ്ഞൊരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവർ യങ്ങർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആണ് അവരെ ഫീഡ്ബാക്സ് ചോദിക്കാനും ഹാൻഡിൽ ചെയ്യാനും അവരോട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഫ്രം ദ ഏജ് ഓഫ് 5 to 60 നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ യങ് ടീമിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക, അവർ പണ്ടത്തെ പോലെ ഒരു ചീത്ത പറയലും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലല്ല ക്ലാസ്സസ് മൂവ് ചെയ്യുന്നത്.
പിന്നെ വേറൊരു ചലഞ്ചായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ചെയ്യാന്നുള്ള ആർട്ടും മാനേജ്മെൻറ്റും കൂടി സ്ട്രക്ചർ ചെയ്യാന്നുള്ള. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ അശ്വതി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ഇനീഷ്യലി നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ചലഞ്ചസ്. മാം, ആർട്ടും ബിസിനസ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മാം അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഞാൻ ആർട്ടിനെയും ബിസിനസ്സിനെയും രണ്ടായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ആർട്ടിൽ സ്ട്രക്ചർ ചെയ്യാൻ ബിസിനസ്സിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഹെൽപ്ഫുള്ളാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ഒരു ഓൺട്രപ്രണർ ആയതുകൊണ്ട് എനിക്ക് രണ്ട് സൈഡിലെയും പ്രോബ്ലംസും നല്ല ഭാഗങ്ങളും മോശമായിട്ടുള്ള ഭാഗങ്ങളും നമുക്കറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ ഇൻ ദ സെൻസ് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകൾക്ക് നമ്മളൊരു പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ ഞങ്ങളൊരു പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ വന്നോളാം അങ്ങനെയാണ് പറയുക. അപ്പോൾ അതിനെ നമ്മളൊന്ന് സ്ട്രക്ചർ ആക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇവിടുന്ന് ഒരു മെയിൽ പോകും. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ അരങ്ങേറ്റം നടത്തുമ്പോൾ പോലും നമ്മളൊരു കൺസെൻറ്റ് ലെറ്റർ അയച്ച് അതൊരു പ്രോപ്പർ ഫോർമാറ്റിൽ അവരത് സൈൻ ചെയ്ത് തിരിച്ച് മെയിൽ ത്രൂ അയച്ച് അതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മളൊരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്താലും ആ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും പ്രോപ്പർ വേ ത്രൂ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ചില സമയത്ത് അത് ആർട്ടിസ്റ്റിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവരത്ര ടെക്നോളജിയുമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്നവരായിരിക്കില്ല. അപ്പം അങ്ങനത്തെ സമയത്ത് ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയും ഇത് ഇങ്ങനെ ഒരു ആർട്ട് സ്കൂളും ഇതിങ്ങനെ ഒരു സ്ട്രക്ചർ ചെയ്തൊരു സ്കൂളും ആയതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഈ പ്രോട്ടോക്കോൾസ് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയ ഞാനത് പറയുമ്പോൾ അവർക്കത് കൺവേ ആവും, അവരതിനെ ഓക്കെ പറയും. കാരണം അങ്ങനത്തെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഡീലിംഗ് എല്ലാം ഞാൻ തന്നെ ചെയ്യാറുള്ളൂ. കാരണം ചിലപ്പോൾ നമ്മളത് മുകളിലിരിക്കുന്ന ഓപ്പറേഷൻസ് മാനേജർ വിളിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം അത് കൺവേ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് ഉള്ള ലൈക്ക് അവരെ പ്രോഗ്രാംസ് ആണെങ്കിലും ക്ലാസ്സസ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഡയറക്റ്റ് അവരെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. സർ, എന്താ പറയുക, ക്ലാസിക്കൽ ജെംസ് പോലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ കാലിക്കറ്റിൽ തന്നെ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അല്ലെങ്കിൽ കാലിക്കറ്റിൽ ചെയ്താൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും എന്നുള്ള ഒരു ബിലീഫ് എങ്ങനെയാണ് വന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ കാലിക്കറ്റ് ഞങ്ങളെ ഹോം സിറ്റിയാണ്. പിന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മോർ ദാൻ കൊച്ചി പിന്നെ അതർ സിറ്റീസിനേക്കാളും കാലിക്കറ്റ് ഇപ്പോൾ റാപ്പിഡ്ലി ഗ്രോയിങ് ആണ്. നമുക്കെല്ലാം അറിയാം, ഫ്ലാറ്റ് ലൈഫ് കൂടി വരുന്നുണ്ട്, അർബൻ കൾച്ചർ, പിന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻസും പുതിയ സ്റ്റാർട്ടപ്സും വരുന്നുണ്ട്, പിന്നെ ഒരുപാട് പ്രൊഫഷണൽസ് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആക്ച്വലി അതൊക്കെ നമുക്കൊരു ആർട്ട് കൾച്ചറിനാണെങ്കിലും ആർട്ട്, വെൽനെസ്, മെൻ്റൽ ഹെൽത്ത് ഒക്കത്തിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടൈം കൂടി അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയാൽ പോലും ഞങ്ങൾ ഒരു പോപ്പുലേഷൻ്റെ ഒരു മെജോറിറ്റി ഷെയർ ചെയ്യുന്നത് ബാങ്ക് മാനേജേഴ്സും ഡോക്ടേഴ്സാണ്. നമുക്ക് ഇവിടെ കാലിക്കറ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ ഡോക്ടേഴ്സ് നമ്മളെ ക്ലയൻസ് ആയിട്ടുണ്ട്. പിന്നെ ബാങ്ക് മാനേജേഴ്സ് ഓൾമോസ്റ്റ് വൈ നമ്മൾ ആ ഒരു പോപ്പുലേഷൻ എന്തുകൊണ്ട് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്നിപ്പോൾ സ്ട്രെസ്ഫുൾ ആണ് ഏതെങ്കിലും ഒരു രീതിയിൽ അവരെ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഈ ആർട്ട് പഠിക്കുന്നത് പല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലിക്കറ്റ് പോലെ ഒരു ടയർ 2 സിറ്റിയിൽ, എസ്പെഷ്യലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ നമ്മളിത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തപ്പോൾ ആക്ച്വലി എനിക്കും തോന്നിയൊരു കാരണം വെച്ചാൽ വിഷൻ എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇപ്പം കാലിക്കറ്റ് ഗ്രോ ചെയ്യാണ്, അപ്പം നമുക്കും കൂടെ ഗ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഞാനും പിന്നെ എസ്പെഷ്യലി ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ് ചെയ്തതാണെങ്കിൽ പോലും എല്ലാ രീതിയിലും ആക്സസ് ഉള്ള രീതിയിൽ ഞങ്ങൾ കാലിക്കറ്റിൻ്റെ ഒത്ത സെൻറ്ററിൽ ടൗണിൽ തന്നെയാണ്, നമ്മൾ പുതിയ സ്റ്റാൻഡ് തന്നെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടും പ്ലേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയനാട് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോകാനുള്ള അത്ര ആക്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് റിമോട്ടായിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് എല്ലാ ഓൾമോസ്റ്റ് GCC നിന്നുണ്ട്, യൂറോപ്പിൽ നിന്നുണ്ട്, US നിന്നൊക്കെ സ്റ്റുഡൻസ് നമുക്കുണ്ട്. ഈവൻ അവരാണെങ്കിൽ പോലും വെക്കേഷന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ട്രാവൽ ചെയ്ത് നമ്മളടുത്ത് വന്നിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു പോകാനുള്ള ആക്സസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മളുണ്ട്. പിന്നെ എസ്പെഷ്യലി കാലിക്കറ്റ് പോലത്തെ ഒരു സിറ്റിയിൽ എന്തുകൊണ്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ട്രാഫിക് കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മളവിടെ കുറച്ച് ട്രാഫിക് കൂടി വരുന്നുണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി വലിയ സിറ്റീസ് ഇപ്പോൾ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്തെടുത്തൊക്കെ നമ്മളത് കമ്പാരിറ്റീവ്ലി റീച്ചബിലിറ്റിയും കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള ഒരാൾക്കും നമുക്ക് രാമനാട്ടുകര ആവട്ടെ ഇവിടെ നിന്നാവട്ടെ ഒക്കെ ട്രാവൽ ചെയ്ത് ടൗണിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ചും കൂടി റീച്ചബിലിറ്റി വൈസും കുറച്ചും കൂടി എളുപ്പമാണ്. മറ്റേതുപോലെ ഒരു വലിയ സിറ്റി അല്ലല്ലോ, കാലിക്കറ്റ് ടൗൺ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അതും കൂടിയാണ് ഞങ്ങൾ കൺസിഡർ ചെയ്തത്.
മാമിൻ്റെ അക്കൗണ്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം മാമിന് ഡാൻസിനുള്ളൊരു ഒബ്സെഷൻ. അപ്പോൾ ഈ ഡാൻസ് അല്ലെങ്കിൽ ആർട്ട് മാത്രം മതി എന്നുള്ള ഒരു ഇതിൽ നിന്ന് ഈ ആർട്ട് പ്ലസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് മാം എങ്ങനെ എത്തിച്ചേർന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റം എപ്പോഴും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാലേ എന്തൊരു മേഖലയും പ്രോപ്പറായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ആർട്ടിനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ആർട്ടാണ് പഠിക്കണമെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മാനേജ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കമ്പ്യൂട്ടർ സ്കിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. ആർട്ടിൽ അല്ലെങ്കിൽ ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അത് മാത്രം മതി, അല്ലെങ്കിൽ അതിലെ തിയറിയും പ്രാക്ടിക്കൽ നോളേജ് മാത്രം മതി എന്ന് വിചാരിക്കരുത്. കാരണം അത് തിയറിയും പ്രാക്ടിക്കലും നമ്മൾ മാത്രം എടുക്കുന്ന ഒരു ഡാൻസ് ക്ലാസ്സോ അല്ലെങ്കിൽ ആർട്ട് സ്കൂളോ എന്തെങ്കിലും ചെയ്യുന്ന നമ്മളൊരു ലൈക്ക് ഒരു ടീച്ചറും കുറച്ച് സ്റ്റുഡൻസും ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കത് അത്ര മതി. പക്ഷെ ഇതൊരു സ്കെയിലിംഗ് പോസിബിലിറ്റി കൊണ്ടുവരണമെങ്കിൽ പ്രോപ്പർ ഒരു സ്ട്രക്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. സ്ട്രക്ചറും ഒരു സിസ്റ്റവും ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അത് സ്കെയിലിങ്ങിലോട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കും. എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ ആയിരിക്കും നമ്മൾ കാലാകാലം നിൽക്കുക. അപ്പോൾ ഒരു ഗ്രോത്തും നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ക്ലാസിക് ആർട്ട് സ്കൂൾ എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മളൊരു പ്രീസെറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി അവർക്ക് ആക്സസ് കൊടുക്കും. അപ്പോൾ അവരൊരിക്കലും പോയിട്ട് യൂട്യൂബ് ഡിപ്പെൻഡ് ചെയ്യേണ്ട. കാരണം നമ്മളെ ടീച്ചേഴ്സ് തന്നെ റെക്കോർഡ് ചെയ്തതിൻ്റെ വീഡിയോസിൻ്റെ ആക്സസ്സാണ് നമ്മൾ കൊടുക്കുക. അപ്പം ഞാനൊരു ഫ്രീലാൻസ് ആയിട്ട് ലൈക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് പോസിബിൾ ആവില്ല. കാരണം ഞാനൊരു 10 പേരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ 10 പേർക്കും ഞാൻ വീഡിയോ എടുത്ത് ഓരോ ടൈമായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്കൊരു 20 പേരിലോട്ട് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് അത് വളരെ ടു മച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു പ്രോപ്പർ ഒരു അക്കാഡമിക് സ്ട്രക്ചർ ബിൽഡ് ചെയ്തു, പ്രീസെറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇന്ന കുട്ടി ഇന്ന അടവ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മ്യൂസിക്കിന് ഇന്ന വരിശ കഴിഞ്ഞാൽ ആ ആക്സസ് നമ്മൾ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. അതല്ലാണ്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ പല ആൾക്കാർ എക്സ്പേർട്സ് അല്ലെങ്കിൽ പല ട്യൂട്ടേഴ്സ് ചെയ്ത വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ പ്രോപ്പർ ഒരു സ്ട്രക്ചർ വന്നപ്പോൾ നമ്മളെ തന്നെ ടീച്ചേഴ്സ് റെക്കോർഡ് ചെയ്ത പ്രീസെറ്റ് വീഡിയോസ് അവർക്ക് കാണാം. വേറെ നമുക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓപ്പറേഷൻസ് മാനേജറായിട്ട് കണക്ട് ചെയ്ത് അവരെ കാര്യങ്ങൾ അവർക്ക് കൺവേ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രം നല്ലൊരു ടീമും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഡെവലപ്പ് ചെയ്യണം. താങ്ക് യു മാം. അപ്പം നമുക്കറിയാം ക്ലാസിക്കൽ ജംസിന് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പ്രസൻസ് ഉണ്ട് അല്ലേ? അപ്പം ഫ്യൂച്ചറിൽ ആർട്ട് എഡ്യൂക്കേഷൻ ഒരു ബിസിനസ്സായിട്ട് ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്? ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ എമേർജിങ് ആയിട്ടുള്ള കുറേ ടെക്നോളജി ആവട്ടെ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, ഈവൻ ക്ലാസിക്കൽ ജംസും. അപ്പോൾ ഞാൻ മനസ്സിൽ നമ്മൾ ഡേ ടു ഡേ ബേസിൽ സ്കെഡ്യൂളിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനത്തെ കുറേ ഇപ്പോൾ നമ്മൾ ടെക്നോളജി ഇനബിൾഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ലേണിങ്ങിലേക്കും കൊണ്ടുവരുന്നുണ്ട്, പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് തന്നെ ഒരു ഓൺ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ദേ ക്യാൻ റെഫർ ടു അവർ മെറ്റീരിയൽസ്. അതായത് വേറെ അവർക്ക് ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇനീഷ്യൽ ടൈം തൊട്ടേ തുടങ്ങിയപ്പോഴാണെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് പഠിച്ചു പോയിട്ട് വീക്ക്ലി അവരെ പ്രാക്ടീസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ്സ് കൊടുക്കാനും അതിൻ്റെ ഫീഡ്ബാക്സ് കളക്ട് ചെയ്യാനും ഈവൻ നമ്മളവിടെ ബാക്കിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ മന്ത്ലി ബേസിസിൽ ഓരോ കുട്ടികളുടെ ഫീഡ്ബാക്കുകൾ അവരെ പാരൻസ് ഇപ്പോൾ ചെറിയ യങ്ങർ ഏജിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഫീഡ്ബാക്സ് അവരെ പാരൻസിനോട് ചോദിക്കാനും അഡൽട്ട്സ് ആണെങ്കിൽ അവരുടെ എടുത്ത് ഡയറക്റ്റ്ലി ചോദിക്കാനും അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനിലേക്ക് ഈ ടെക്നോളജി വരുമ്പോൾ എന്ത് ചേഞ്ച് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഈ AI കാര്യങ്ങൾ വന്നാലും ആർട്ടിൻ്റെ ഒരു കേസിൽ ഒരു ഹ്യൂമൻ ടച്ച് എപ്പോഴും ഉണ്ടാവണം. ഹ്യൂമൻ ടച്ച് ഉണ്ടെങ്കിൽ അതൊരു കാരണം വെച്ചാൽ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മെൻ്റൽ ഹെൽത്തിനെ കണക്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. കാരണം വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഒരുപാട് മെൻ്റൽ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ആപ്പുകൾ പോലും ഇപ്പോൾ സക്സീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് അത്ര ഒരു സീരിയസ് ടോപ്പിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ആർട്ടിൻ്റെ എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് AI അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യാം. പക്ഷേ
ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ റിമൂവ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം വെച്ചാൽ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇമോഷൻ, ഇപ്പോൾ ഒരു ഫാക്കൽറ്റി വന്നിട്ട് ഇവിടെ ക്ലാസ് എടുക്കുന്നു നിങ്ങളുടെ അടുത്ത്, അതിന് പകരം ഇവിടെ ഒരു റോബോട്ട് വന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കലും അത് ആ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇമോഷൻ ഇവിടെ ഒരിക്കലും വർക്ക് ആവില്ല. അതുപോലെ തന്നെയാണ് ആർട്ട് ലേണിങ്ങിൻ്റെ കേസിലും. പക്ഷേ എക്സ്പീരിയൻസിൽ ഇപ്പം മോഷൻ അനലിറ്റിക്സ് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്സ് കളക്ട് ചെയ്യുക, സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യുക, അവർക്ക് പ്രാക്ടീസിൻ്റെ സ്കെഡ്യൂളിങ് ഓട്ടോമേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യത്തിലൊക്കെ AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ ഓൺലൈൻ ലേണിംഗ് ആണെങ്കിൽ പോലും 2 ends ഉണ്ടാവുന്നത് ഒരു 2 ഹ്യൂമൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ. അതാണ് എനിക്കും തോന്നുന്നത്. ഇനി രണ്ടുപേരോടും കൂടി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ജേർണിയിൽ നിന്ന് കിട്ടിയ ഒരു ബിഗസ്റ്റ് ലെസൺ എന്താണ്? ഒന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ബിലീവ് ചെയ്യുക, പെർസിസ്റ്റൻസ് വേണം, ഈസി അല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന, ഇപ്പം എസ്പെഷ്യലി ഞാനൊരു ആൺകുട്ടിയാണ്, അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ചിലപ്പോൾ സ്റ്റാർട്ടപ്പ്, ഇപ്പം ഞാനൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് സ്റ്റാർട്ടപ്പ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കുറേ പേര് ഇപ്പോൾ അവർ യൂട്യൂബ് ഫീഡ് നോക്കിയാലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഓൺടർപ്രണർഷിപ്പിന് ഇപ്പോഴാണെങ്കിൽ ഒരു അറ്റൻഷനും കിട്ടുന്ന ഒരു ടൈമാണ്. അപ്പം ഞാനും വെൻ ഐ വാസ് വർക്കിംഗ് ഓൾസോ എനിക്കൊരു എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ആസ്പിറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ഡ്രീമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴും അപ്പോൾ ഞാനിങ്ങനെ ഓപ്പർച്യൂണിറ്റി എപ്പോഴും നോക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം എന്തുകൊണ്ട് കാലിക്കറ്റ് തുടങ്ങി എന്ന് പറഞ്ഞ നേരത്തെ ചോദ്യത്തിന് ഇതും കൂടി അതിനൊരു ആൻസർ. കാലിക്കറ്റിൽ അന്നേ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ബിഫോർ 2.5 years ദർ വാസ് എ വൈറ്റ് സ്പേസ്, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി. അതായത് ഒരു പ്രോപ്പർ ഒരു ആർട്ട് സ്കൂളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അക്കാഡമിയോ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടൊരു വൈറ്റ് സ്പേസ് അവിടെ ഉണ്ടായിരുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കണ്ടു അവിടെ. അപ്പോൾ അതാണ് ആക്ച്വലി കണ്ടത്. അപ്പോൾ ഇഫ് ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, നിങ്ങളത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്ലാൻസ് ഉണ്ടാക്കുക, എക്സിക്യൂട്ട് ചെയ്യുക. കാരണം വെച്ചാൽ ഒരുപാട്, ഞാനും പറയുന്നൊരു കാര്യം വെച്ചാൽ ഒരുപാട് ടൈം നമ്മൾ പ്ലാനിങ്ങിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷേ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി ഇത് വരുന്നത്. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ടീമിലുള്ള ആൾക്കാരോട്, യങ് ആയിട്ടുള്ളവരോടും പറയുന്ന, നമ്മളൊരു ടീ ഷോപ്പിൽ ഒത്തുകൂടുന്ന ഒരു പയ്യന്മാർ ഒത്തുകൂടി കഴിഞ്ഞാൽ അവിടെ 4-5 പേരുണ്ട്, 5 പേർക്ക് ഓരോ ബിസിനസ്സായിട്ട് ഉണ്ടാവും. പക്ഷേ അത് ആ ചായ കുടിച്ച് അവർ പിരിഞ്ഞു പോകുമ്പോൾ അത് അവിടെ എൻഡ് ചെയ്യും. പക്ഷേ എക്സിക്യൂഷനിലേക്ക് അത് വരുന്നില്ല. അപ്പോൾ എഫേർട്ട് ഇട്ട് അതൊന്നും പറ്റുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് എങ്കിലേ അറിയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലൊരു ടേം ഉണ്ട്, ഫെയിൽ ഫാസ്റ്റ് എന്ന് പറയും. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ ചെറിയ ഏജൊക്കെ ആണെങ്കിൽ പെട്ടെന്ന്, ഇപ്പം ഞാനൊരു സീരിയസ് ഏജിലാണ്, ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സീരിയസ് ഏജിലാണ് ഞാൻ. എൻ്റെ 29 ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം നമുക്ക് കറൻ്റ്ലി 35+ ഉള്ള ഒരു ടീം മെമ്പേഴ്സ് ഉണ്ട്, 400+ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ അന്ന് കംപ്ലീറ്റ്ലി ഞാനും പറയുകയാണെങ്കിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള റിസ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഒബ്സഷൻ എന്ന് പറയാം. നമ്മളന്ന് റിസ്ക് ചെയ്തത് തന്നെയാണ്. പക്ഷേ വി കുഡ് സക്സീഡ് സം വേ. അതുകൊണ്ട് ഞാനും പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ചെറിയ ഏജിലാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. മാമിന് അങ്ങനെ എന്തെങ്കിലും ബിഗസ്റ്റ് ലെസൺസ്? ഞാൻ ആക്ച്വലി ഇതിന് ഇത്ര വലിയ റിസ്ക് ഉണ്ട് എന്നുള്ളത് ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കിയത്. കാരണം ഞാൻ ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ ബ്രദർ പറയുമായിരുന്നു, അശ്വതി നീ ഇതിലിറങ്ങുകയാണെങ്കിൽ നിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫായിരിക്കില്ല നിൻ്റെത്. കാരണം ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോഴും ഞാൻ വിചാരിച്ചു, എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു 10K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം ഞാനൊരു ആർട്ട് സ്കൂൾ തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി അതിലൊരു 5000-6000 സ്റ്റുഡൻസ് വരുമെന്ന്. പക്ഷെ റിയാലിറ്റി എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇനോഗ്രേഷൻ ഡേയിൽ നമ്മൾ എത്രയോ പേരെ വിളിച്ചു, പക്ഷെ ആകെ വന്ന് അഡ്മിഷൻ എടുത്തത് വെറും 2 പേരാണ്. സോ ആ സമയത്ത് എന്നോട് ബ്രദർ പറഞ്ഞു, അശ്വതി ലുക്ക് 10K ഒന്നുമല്ല എന്നുള്ള റിയാലിറ്റി നീ ആക്സെപ്റ്റ് ചെയ്യുക. ഇനി നീ പണിയെടുക്കാൻ തുടങ്ങുക. അതല്ലാണ്ട് ഞാനൊരു സംഭവമാണ് എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ടൊരു കാര്യമില്ല. അപ്പം ഞാൻ റിയാലിറ്റി എനിക്ക് ഹിറ്റ് ചെയ്തു, എനിക്ക് മനസ്സിലായി. കാരണം പണിയെടുക്കണം, പണിയെടുത്താൽ മാത്രമേ ഒരു അറിയപ്പെടുന്ന ഒരു ആർട്ട് സ്കൂളും ആസ് എ പേഴ്സൺ എന്നെ അറിയുള്ളൂ. ആ ടൈം തുടങ്ങി ഞാൻ
ലൈക്ക് ഓരോന്നും പഠിക്കാൻ തുടങ്ങി. കാരണം ഞാനും ബ്രദറും തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്, ലൈക്ക് 8 years ഏജ് ഡിഫറൻസ് ഉണ്ട്. സോ പുള്ളി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഇനീഷ്യൽ ടൈമിൽ ഞാൻ വിചാരിക്കും അയ്യോ എന്തൊരു ക്രൂരനായിട്ടാണ് എന്നോട് പെരുമാറുന്നത്, കാരണം കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ പഠിക്കൂ, കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ എനിക്ക് ഈ കമ്പ്യൂട്ടർ സ്കില്ലൊന്നും ഇല്ല, ടോട്ടലി എനിക്ക് അറിയില്ല. അപ്പോൾ പുള്ളി എനിക്ക് എക്സലും വേർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പം ഞാൻ അതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ലോലി ഞാൻ പഠിച്ചു. അപ്പോൾ ചില സമയത്ത് നമ്മൾ കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് അറിയില്ല, നമ്മൾ ന്യൂലി അല്ലെ ലൈക്ക് ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്ത ഒരാളല്ലേ, എങ്ങനെയാണ് കസ്റ്റമറെ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനും ബ്രദറും മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൈക്ക് പുള്ളി അവിടുത്തെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നോക്കും, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ കുറച്ച് ക്ലാസ്സസ് ഇനീഷ്യലി എടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കും. ഒരു ഉച്ച 2 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ച് വീട്ടിൽ പോകും. അങ്ങനെ വീട്ടിൽ പോയിരുന്ന സമയത്ത് അന്ന് ഗൂഗിളിലൊന്നും നമ്മളെ പേജും കാര്യങ്ങളൊന്നും വിസിബിളായി വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് റിമോട്ടായിട്ട് അവർ കോളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവളിങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് വരുന്നുണ്ട്, അവരിങ്ങനെ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബ്രദറും ഞാനും അപ്പം തന്നെ വണ്ടി തിരിച്ച് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അടച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് വീണ്ടും തുറന്നു, അവർ അഡ്മിഷൻ എടുത്തു. അവരിപ്പോഴും എൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റുഡൻ്റാണ് ദേവയാനി. അപ്പോൾ ദേവയാനി ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ദേവയാനി ഇങ്ങനെ വന്നു, അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ സ്ലോലിയാണ് ഞങ്ങൾ ആ ഒരു ട്രസ്റ്റ് ആൾക്കാരിൽ ബിൽഡ് ചെയ്തെടുത്തത്. മാത്രമല്ല എനിക്ക് ലൈക്ക് ഞാൻ പല കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കാൻ പറ്റി. ഒരു ലൈഫിൽ എങ്ങനെയാണ് പല ചാലഞ്ചിങ് സിറ്റുവേഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യും. ബ്രദർ എപ്പോഴും എന്നെ ഒരു സമാധാന വാക്കിലോ അല്ലെങ്കിൽ നീ അത് സാരില്ല അങ്ങനെയൊന്നും പുള്ളി പറയില്ല. പുള്ളി പറയും അശ്വതി നിൻ്റെ എ വർക്ക് ചെയ്തില്ല, നിൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ടോ? അപ്പോൾ ഇല്ല, എന്നാൽ പ്ലാൻ ബീനെ പറ്റി ചിന്തിക്കൂ. അല്ലാണ്ട് ഒരു സെൻറ്റിമെൻ്റായി ഇമോഷണലി, നമ്മൾ സ്ത്രീകളാകുമ്പോൾ അറിയാലോ കുറച്ചൊരു ഇമോഷണലായിട്ട് അങ്ങനത്തെ ഒരു രീതിയിലൊന്നും നീ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ 2 പേരും ഈ കപ്പലിൽ കയറിയെങ്കിൽ കരയ്ക്ക് എത്തുന്നവരെ തുഴഞ്ഞേ പറ്റൂ. അപ്പോൾ എന്നോട് ബ്രദർ എപ്പോഴും പറയും സ്റ്റേണും ബോൾഡായിട്ട് നിൽക്കുക. ഇനി നിനക്ക് അങ്ങനത്തെ ഒരു വിഷമമുള്ള ഘട്ടം വരികയാണെങ്കിൽ മാറി നിൽക്കൂ, കാര്യങ്ങളൊക്കെ എന്താ വിഷമങ്ങളൊക്കെ മാറ്റി തിരിച്ചു വരും. അതല്ലാണ്ട് എന്താ പറയുക, കാരണം പുള്ളി ആ പ്രായത്തിൽ അത്ര വലിയൊരു റിസ്ക് എടുത്തു. ഈവൻ പുള്ളിയായിട്ട് ഞാനൊരു ബിസിനസ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ബാങ്ക്സിലൊക്കെ പോകുമ്പോൾ പുള്ളീനെ ഉപദേശിക്കും ബാങ്ക് മാനേജർ, മോനെ ഇത്രയും വലിയ റിസ്ക് ഒക്കെ എടുക്കണോ, പെങ്ങളും അങ്ങളെയും കൂടി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കോ, പക്ഷെ മോൻ്റെ ജോലി ഉണ്ടെങ്കിൽ പെങ്ങളെയാണെങ്കിലും ഹെൽപ്പ് ചെയ്യാലോ, ഇത്രയും പഠിച്ചൊരു MNC ജോബ് ഒക്കെ റിസൈൻ ചെയ്യണമെന്ന്. അപ്പോൾ ബ്രദർ പറയും അത് സാരമില്ല, കാരണം ഒരിക്കലും ബിസിനസ് ഒരു പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ റോയ് സർ ഈ അടുത്തൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞു ബിസിനസ് ഒരിക്കലും ഒരു പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം ആണ്. അത് പുള്ളി ആദ്യം മുതലേ എന്നോട് പറയുന്നു. പുള്ളി ആ റിസ്ക് എടുത്തു. പിന്നെ എനിക്ക് ഒരു 22 അല്ലെങ്കിൽ ഒരു 20 ഇയേഴ്സിൽ എനിക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരാനുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി അത്രയും വലിയൊരു റിസ്ക് എടുത്തപ്പോൾ പുള്ളീൻ്റെ കൂടെ ഞാൻ കട്ടയ്ക്ക് നിന്നു. പുള്ളി പറയുന്ന വഴിയിലൂടെ ഞാൻ നടന്നു. അത് കറക്റ്റായിരുന്നു എന്നും ഇന്ന് എൻ്റെ ബാച്ച്മേറ്റ്സ് അല്ലെങ്കിൽ ആര് വരുമ്പോഴും അവർ പറയാ അശ്വതി പ്രകാശിൻ്റെ ബാച്ചിലുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും. അപ്പോൾ എല്ലാം എനിക്കൊരു പ്രൗഡ് മൂമെൻ്റ് ആണ്. എന്നെ അന്വേഷിച്ച ആൾക്കാർ വരുമ്പോഴും എന്നോട് സംസാരിക്കുമ്പോഴെല്ലാം അതെല്ലാം എൻ്റെ ബ്രദർ കാരണമാണ്. അപ്പോൾ പുള്ളീനോടാണ് ആക്ച്വലി വേൾഡിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്. മാം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീണ്ടും എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേബിൾ ഇൻകം തരുന്ന IT ആൻഡ് MNC കരിയർ വിട്ടിട്ട് അലോങ് വിത്ത് യുവർ സിസ്റ്റർ ആർട്ട് അക്കാഡമി കൺസെപ്റ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പിലേക്ക് സ്റ്റെപ്പ് എടുക്കാൻ പുഷ് ചെയ്ത ആ ഒരു റിയൽ റീസൺ എന്തായിരുന്നു? ബിഫോർ ദാറ്റ് ഞങ്ങൾ ബ്രദർ സിസ്റ്റർ ആണെങ്കിലും കോ-ഫൗണ്ടറാണ്. അപ്പം ഞങ്ങൾ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആങ്ങള പെങ്ങൾ ബന്ധമൊന്നുമില്ല. പുള്ളി പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. വീട്ടിൽ മാത്രം ബ്രദർ ആൻഡ് സിസ്റ്റർ ഉള്ളു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ഓൾസോ നോട്ട് ഹാപ്പി വിത്ത് വാട്ട് ഐ വാസ് ഡൂയിങ്. കാരണം വെച്ചാൽ ഒരേ ഒരു ലൂപ്പിൽ പെട്ട പോലെ തന്നെ ഒരേ ടൈപ്പ് ജോബ്, അവിടെ ഇന്നോവേറ്റീവ് ആയിട്ടൊന്നും ചെയ്യാനില്ല. നമുക്കൊരു ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ടീമിലുള്ള ചെറിയ നമ്മളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളോടാണെങ്കിൽ പറയുന്ന ഒരു കാര്യം വെച്ചാൽ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നാണ് ഞാൻ എപ്പോഴും പറയാം. ഞാൻ അശ്വതീൻ്റെ അടുത്തും പോലും സിസ്റ്റർ ഇപ്പം ഞങ്ങൾ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തുടങ്ങിയ ഈവൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് വരെ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ലീഗലി അത്ര ഫോർമലായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ
ഞാനും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഞാനിപ്പോഴത്തെ വെച്ചാൽ വേൾഡ് മാറി. ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് നിങ്ങളെ കൊണ്ടുവന്ന് ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ 1 hour കൊണ്ട് തന്നെ ആ ടാസ്ക് തീർത്തിട്ട് അത് ഡെയിലി ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ ലൂപ്പിൽ പെട്ടിട്ട്. പക്ഷെ എന്താ തിങ്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ എപ്പോഴും അശ്വതിയോട് പറയാം, ഞാൻ ആക്ച്വലി അശ്വതി ഭയങ്കര വോക്കോളിക്കും ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുക ലേസി മൈൻഡ് സെറ്റ് ഒരു വിധത്തിൽ നല്ലതാണ്. ഞാൻ പറഞ്ഞാൽ ആ ഒരു 1 hour വർക്ക് എങ്ങനെ സ്മാർട്ടായിട്ട് നമുക്ക് ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ തീർക്കാം എന്നുള്ളത് വേണം നിങ്ങൾ എല്ലാവരും ചിന്തിക്കാൻ. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. കാരണം വെച്ചാൽ ഒരു വിത്തിൻ ഹാഫ് ആൻ അവറിൽ തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് തീർക്കാനുള്ള വഴി ഡെയിലി ചിന്തിക്കണം. മേ ബി ഒരു 3rd or 4th ഡേ നിങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്യും, അത് സോൾവ് ചെയ്യും. ഈ ഒരു 1 hour വർക്ക് നിങ്ങൾക്ക് ഹാഫ് ആൻ അവറിൽ തീർക്കാൻ പറ്റുമെന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഒന്നുമില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാൻ കുറച്ചും കൂടി സീരിയസ് ഏജിൽ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ഐ വാസ് പ്ലാനിങ് ഫോർ ദിസ് ആൻഡ് ഒരു ചെറിയൊരു എമർജൻസി ഫണ്ട് പോലെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു അഗ്രസീവായിട്ട് കുറച്ച് കാര്യങ്ങൾ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ എമർജൻസി ഫണ്ടൊക്കെ വിത്തിൻ 2 months തന്നെ നമ്മൾ സ്റ്റാർട്ടപ്പിൽ ഇറങ്ങിയപ്പോൾ വാനിഷായി. അപ്പോൾ അത് ഐ വാസ് ഓക്കെ. അതായത് ഫസ്റ്റ് ഇതൊരു 1 year ആണെങ്കിൽ നമ്മൾ അതായത് നമ്മളൊരു മറ്റേ ഒരു നോർമൽ നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് ഈ ഒരു കാര്യങ്ങൾ ബിൽഡ് ചെയ്യലും സിസ്റ്റം ബിൽഡ് ചെയ്യലും ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യലും പുതിയ കാര്യങ്ങൾ പഠിക്കലും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ പൈസ എന്നുള്ളൊരു ഫാക്ടർ അങ്ങനെ മിസ്സിങ് ഫീൽ ചെയ്തില്ല. പിന്നെ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൈസേനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യില്ല. അപ്പോൾ പിന്നെ അതൊരു പോയിന്റ് കഴിയുമ്പോൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പൈസ വരും. ഇപ്പം അശ്വതി നേരത്തെ പറഞ്ഞൊരു കാര്യമായിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ബിഗിനിങ് സ്റ്റേജിൽ ആ ഒരു സ്റ്റുഡൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയ ഞങ്ങൾ കാറ് തിരിച്ച് അത്രയും ദൂരം ട്രാവൽ ചെയ്ത് ടൗണിലേക്ക് വന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്ന് ആളെ നമ്മൾ അഡ്മിഷൻ എടുപ്പിച്ചു. പക്ഷേ ഇന്ന് നമുക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഇന്ന് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് ആയി നാളെ വരുമെന്ന് പറയാനുള്ള പ്രിവിലേജ് ഉണ്ട്. ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞു നാളെ വന്നോളുന്ന. കാരണം ആ സ്റ്റുഡൻറ്റ് നമ്മളെ ട്രസ്റ്റ് വന്നു, നമ്മളെ വിസിബിലിറ്റി വന്നു. നമ്മൾ ഇൻസ്റ്റഗ്രാമും ഗൂഗിളിലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വിസിബിലിറ്റി വന്നതുകൊണ്ട് തന്നെ ആ കസ്റ്റമർ നാളെ വരുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്കത് പറയാനുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങളത് പറയാൻ പറ്റില്ല. ആ കസ്റ്റമർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പലതും ആ ഒരു ബ്രാൻഡ് ട്രസ്റ്റ് കൊണ്ടുവരുന്നതിലും ആ ഒരു ലോയാലിറ്റി ബിൽഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചിലപ്പോൾ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. മാം ഒരു എന്താ പറയുക അനുഗ്രഹീത കലാകാരിയാണ്. അതേസമയം എന്താ പറയുക കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ളൊരു ടീച്ചറാണ്. അതേസമയം മാം കണ്ടൻറ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോൾ ഓൺടർപ്രണർഷിപ്പ്, വീട്ടിലെ ഹൗസ് ഹോൾഡ് കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതെല്ലാം ഓൾറൗണ്ട് ചെയ്ത് മാം ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊന്നുമില്ല, അത് നമ്മൾ ആളെ വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളോട് എനിക്ക് വലിയ താല്പര്യങ്ങളില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇല്ലെങ്കിലും ഞാൻ വീട്ടിൽ മൾട്ടിപ്പിളായിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഒരു അടുക്കി പെറുക്കി വെച്ച് അല്ലെങ്കിൽ ലൈക്ക് ടൈം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക. ആക്ച്വലി അത്ര ടൈമിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ലൈക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞിട്ട് പുള്ളീൻ്റെ അടുത്ത് ചെല്ലും. ചിലപ്പോൾ ഇന്നത് വർക്കായില്ല, ഇന്നത് ചെയ്തില്ല, അപ്പോൾ പുള്ളി അതൊരു 10 minute കൊണ്ട് ചെയ്തു തരും. അപ്പോൾ ആക്ച്വലി എനിക്ക് അതൊരു വലിയ ബേർഡൻ ആയിട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യുന്നില്ല. ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ ആ ദിവസത്തെ മെയിൽ ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യും. രണ്ടാമത്തത് ഞാൻ എന്തൊക്കെ ഡ്യൂട്ടീസാണ് അന്നത്തെ ദിവസം ചെയ്യേണ്ടതെന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. അതൊരു ഈവനിങ് ആകുമ്പോൾ ഞാൻ ജസ്റ്റ് അത് ചെയ്ത് എല്ലാ കാര്യങ്ങളും മെയിൽ ചെയ്തിട്ടായിരിക്കും. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫ്രീ ടൈം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. എപ്പോഴും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എൻ്റെ തലയിൽ. ലൈക്ക് വീട്ടിൽ ചെന്നാലും ഞാൻ ലാപ്പൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യും. പക്ഷെ പുള്ളി ഇപ്പോഴും പുള്ളീൻ്റെ മനസ്സിൽ ഒരു IT-യിൽ വർക്ക് ചെയ്യുന്നത് പോലെയാണ്. പുള്ളി 10 മണിക്ക് വരും, 6 മണിയാകുമ്പോൾ പുള്ളീൻ്റെ ലാപ്പൊക്കെ അടച്ചു വെക്കും. പുള്ളി ഇപ്പോഴും ഒരു MNC ജോബിൽ ഇരിക്കുന്ന പോലെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പുള്ളി വാങ്ങും. പുള്ളി ഷൂ ആണെങ്കിലും എന്താണെങ്കിലും പുള്ളി വാങ്ങും. പക്ഷെ എനിക്ക് ആകെ ഇഷ്ടം ഫുഡ് കഴിക്കാൻ മാത്രം. പിന്നെ വേറെ അതിനത്ര പൈസ വേണ്ടല്ലോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യങ്ങളില്ല. അപ്പോൾ പുള്ളി എപ്പോഴും പറയും നിനക്ക് ഇഷ്ടങ്ങളൊന്നും ഇല്ലേ അശ്വതി എന്ന്. കാരണം എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല. ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി, അങ്ങനെയാണ് ഞാൻ ഇരിക്കുക.
അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഈ ടാസ്കിംഗ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല. എനിക്കൊരു 24 മണിക്കൂർ കിട്ടിയാലും ഞാൻ പണി ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ സർ, ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിന് ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡിഗ്രിക്ക് മുൻപായിട്ട് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ് സാറിന്? ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ അത് ഓരോ ഡിപ്പെൻസ് ആണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിച്ചാൽ കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാ നിങ്ങൾക്ക് 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ സർവീസും ഉണ്ട്, പ്രൊഡക്റ്റ് ഓറിയൻറ്റഡും ഉണ്ട്. സർവീസും ഉണ്ട്, പ്രൊഡക്റ്റ് ഓറിയൻറ്റഡും ഉണ്ട്. പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മാൻ പവർ ചിലപ്പോൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ വലിയൊരു കമ്പനിയിലേക്ക് സ്കെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് ഇത് വേണ്ടി വരിക, അതായത് വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ കൗണ്ട് വരിക. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മളൊരു കൊമേഴ്സ് പോലത്തെ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് മാൻ പവർ മതി. പക്ഷേ സർവീസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സർവീസ് ഇപ്പോൾ ക്ലാസിക്കൽ ജംസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ 400 നെക്സ്റ്റ് 800ലേക്കോ അല്ലെങ്കിൽ 1200ലേക്കോ സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലുള്ള മാൻ പവർ തികയാതെ വരും. അതായത് അപ്പോൾ സർവീസിൽ എപ്പോഴും നമ്മളെ 50% ഇപ്പം ഞങ്ങളെ ഏറ്റവും വലിയ റവന്യൂ പോകുന്നത് സാലറി പേയ്മെൻറ്റ്സിലേക്കാണ്. അപ്പോൾ 50% എപ്പോഴും സർവീസിൽ സാലറി ആയിരിക്കും. പ്രൊഡക്റ്റിലാകുമ്പോൾ കുറച്ചും കൂടി സാലറി വൈസ് കുറവായിരിക്കും. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ ഞങ്ങളിപ്പോൾ ഒരു 400+ സ്റ്റുഡൻസിനെ ഹോൾഡ് ചെയ്യുന്നു. നാളെ ഇത് 1200ലേക്ക് നമ്മൾ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ടീച്ചേഴ്സിൻ്റെ അക്കൗണ്ട്, ഓപ്പറേഷൻസ് ടീമിൻ്റെ അക്കൗണ്ട്, മാർക്കറ്റിംഗ്, ബാക്കി അതർ എല്ലാം ഈ ഹോൾഡ് ചെയ്യുന്ന ടീമിൻ്റെ നമ്പേഴ്സ് ചിലപ്പോൾ ഡബിളായിട്ട് സ്കെയിൽ ചെയ്യേണ്ടി വരും. അപ്പോഴും നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിൽ പകുതി പോകുന്നത് ചിലപ്പോൾ ഈ ഒരു ഇതിലേക്കായിരിക്കും, മറ്റേ സാലറി പേയ്മെൻറ്റ്സിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കോളേജ് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് വേണ്ട ഒരു ചെറിയ റിസർച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സ്കിൽ എന്താ വെച്ചാൽ കോറായിട്ട് ഞാൻ പറയുന്നത് പീപ്പിൾ സ്കില്ലാണ്. പീപ്പിൾ സ്കിൽ അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റാണ്. അതിപ്പോൾ ഞാനും അശ്വതിയും പറയും. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ സൈഡിൽ നിന്നോ സ്റ്റുഡൻസിനുണ്ടാവും. അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക. അത് മേ ബി അത് ചിലപ്പോൾ സ്റ്റാഫിൻ്റെ കയ്യിൽ നിൽക്കാതെ അത് എസ്കലേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഹൗ യു ട്രീറ്റ് ആൻഡ് ടോക്ക് ടു പീപ്പിൾ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലയിൻസും ആ പ്രോബ്ലംസ് കറക്റ്റായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദേ മേ വോക്ക് അവേ. അപ്പോൾ ആ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പീപ്പിൾ സ്കിൽ എന്നുള്ളത് ഭയങ്കര സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇപ്പോൾ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ലൈഫിൽ ചിലപ്പോൾ ഇതുവരെ ഫേസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഫ്രണ്ടിൽ വരിക. മേ ബി പല ടൈപ്പുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോഴൊക്കെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റണം, ഒക്കെ ചെയ്യാൻ പറ്റണം. അതിലിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷിലൊരു ടേം ഉണ്ട്, ലേണിംഗ് എജിലിറ്റി എന്ന് പറയും. അതായത് നമ്മളെ മുന്നേ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനാണ് ആ ഒരു ടേം പറയാം. പിന്നെ വേണ്ടത് എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി ലീഡർഷിപ്പ് സ്കില്ലാണ്. ലീഡർഷിപ്പ് സ്കില്ലിൻ്റെ കേസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കാലത്തുള്ള പോലെ ഒരു സ്കൂൾ ലീഡറിൻ്റെ കോൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. സ്കൂൾ ലീഡറിൻ്റെ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി അവർ സ്കൂൾ ലീഡർ ആവുക, അവൻ്റെ കാര്യം മാത്രം നോക്കുക, അവനവന് നല്ല മാർക്ക് ഉണ്ടാവും, പിന്നെ ടീച്ചർമാരൊക്കെ പ്രിയപ്പെട്ട ഒരാളായിരിക്കുക. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ലിറ്റോറിയൻ്റെ ഈ ഒരു കോൺസെപ്റ്റായിട്ട് നിങ്ങൾ കുട്ടികളെല്ലാവരും കൂടി വന്നു. എനിക്ക് അന്ന് ഫീൽ ചെയ്ത് ഞാനിവിടെ സത്യമായി ഞാൻ ഇതിന് മുന്നേ ആണെങ്കിലും ഞങ്ങൾ അങ്ങനെ പാനൽ ഡിസ്കഷൻസ് അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരല്ല. അപ്പം എനിക്കൊന്ന് വെച്ചാൽ നമ്മളെ MES കോളേജിൻ്റെ വിഷനും ആ കുട്ടികളെ വിഷനുമായിട്ട് എനിക്ക് ഭയങ്കര അലൈൻഡ് ആയിട്ട് തോന്നി. കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ആ കുട്ടികളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്, കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇപ്പം അത് കഴിഞ്ഞ് അത് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഓരോ പ്രാവശ്യം ഫോൺ വിളിക്കുമ്പോഴും അതർ എൻഡിൽ ആൻസർ ചെയ്യാനും കറക്റ്റ് ക്ലാരിറ്റിയോടെ ഉത്തരങ്ങൾ തരാനും ഇവരുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ടീമിനെ നല്ല രീതിക്ക് കൊണ്ടുപോവുക. അവർക്ക് നാളെ ആ ടീമിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് ആ ടീമിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. എൻ്റെ മാത്രമല്ല
നമ്മളെല്ലാവരുടെയും പ്രോബ്ലം ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പും കൂടി വേണം. അത് മുന്നിൽ നിന്ന് അത് ഫേസ് ചെയ്യാനും ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സക്സസ് വരുമ്പോൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലീഡർ ആവരുത്. ഒരു ഫെയിലിയർ വരുമ്പോഴും ടീമിൻ്റെ കൂടെ നിന്ന് അവർക്ക് എന്താ പ്രശ്നം പറ്റിയത്. ഇപ്പം ഞാനൊക്കെ ഇഷ്ടം പോലെ നമ്മളെ ടീംമേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമർ പോകുന്ന വരെ സിറ്റുവേഷൻ്റെ അടുത്തേക്ക് വരെ ചെല്ലുന്ന അത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോഴും നമ്മൾ കസ്റ്റമറെ സമാധാനിപ്പിച്ച് ഇപ്പോൾ ഒരു ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സോറിയോ അപ്പോളജൈസ് ചെയ്യാനോ ഞാനോ അശ്വതിയോ മടിച്ച് നിന്നിട്ട് കാര്യമില്ല. മേ ബി ഞങ്ങളെ ഭാഗത്തായിരിക്കും കുറ്റം, എന്നാൽ പോലും ഞങ്ങൾ അപ്പോളജൈസ് ചെയ്യും, അവരുടെ അടുത്ത് പറയും. മേ ബി അവർ അത് പോയി ആ പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം ടീമിൻ്റെ കൂടെ ഇരിക്കുക, അവരോട് സംസാരിക്കുക, അവർക്ക് എന്താ പറ്റിയത്, അവർക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റാനുണ്ടായ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക. അതാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജറായിട്ട് വേണ്ട സ്കിൽസ്. ഒന്ന് പീപ്പിൾ മാനേജ്മെൻറ്റും, പിന്നെ ഒന്ന് ലീഡർഷിപ്പും, പിന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്തും നടക്കും, അതാ ഞാൻ പറഞ്ഞത്. എപ്പോഴും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ ഒരിക്കലും ബിസിനസ് ചെയ്യാത്തതുമാണ് നല്ലത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും നടക്കും. ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ 2 പേരിൽ തുടങ്ങിയ ഫേമിനെ എടുത്തു, അല്ലെങ്കിൽ ഞാൻ പറയും അടുത്ത വർഷം ഇന്നത് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും നമുക്ക് വേണം. എല്ലാം നടക്കും, ഇന്നല്ലെങ്കിൽ നാളെ നടക്കുന്നുള്ളൊരു തോട്ടോടെ വേണം ചെയ്യാൻ. ഇതൊന്നും ഞാൻ പറഞ്ഞ ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഈ ക്ലാസിക്കൽ ഗെയിംസ് ബിഗിനിങ് ചെയ്യുമ്പോൾ 2023 നമുക്ക് ഇത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. ആഫ്റ്റർ 2.5 years നമുക്ക് ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്, ഇത്രയും ടീം വരും, ഇത്രയും കാര്യങ്ങളുണ്ടാവും, റിമോട്ടായിട്ട് എന്തായാലും ടീം സ്ട്രക്ചർ ചെയ്തും സിസ്റ്റം ഒന്നും. അപ്പോൾ ഇതെല്ലാം ഇവോൾവ് ആയതാണ്. ത്രൂ ഔട്ട് ദ വേ നമ്മളെല്ലാ കാര്യങ്ങളും ഇവോൾവ് ആയതാണ്, പഠിച്ചു. നമ്മൾ പലതും നമ്മൾ 5 കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 3 ഫെയിലിയർ ആവും, 2 വർക്കാവും. അങ്ങനെ തന്നെയാണത്. മാമിനോടൊരു ക്വസ്റ്റ്യൻ. ഇപ്പം പുതുതായിട്ട് എമേർജ് ചെയ്ത് വരുന്ന ആർട്ടിസ്റ്റുമാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ഈ ഒരു പേടി ഇവർ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സ്വന്തം കഴിവിനെ വിശ്വസിക്കുക. അല്ലാണ്ട് ലൈക്ക് അയ്യോ എനിക്കിത് പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇത്രേ കഴിവുള്ളൂ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കാരണം നമുക്ക് എന്താണോ കുറവുള്ളത് ആ കുറവുള്ളതിനെ നികത്താൻ വേണ്ടി പരിശ്രമിക്കണം. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ഒന്നുമല്ല. പക്ഷെ ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുമ്പോൾ ഞാൻ എന്തോരം കാര്യങ്ങൾ പഠിച്ചു. ഇന്നൊരു അക്കൗണ്ടൻ്റ് ഇല്ലെങ്കിൽ അക്കൗണ്ട്സും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഇപ്പോൾ ഓപ്പറേഷൻസ് മാനേജർ ലീവിന് പോയാൽ ഓപ്പറേഷൻസ് കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാനറിയാം. A to Z കാര്യങ്ങൾ എനിക്ക് ഓരോ കോർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചു. അപ്പോൾ ഇതൊന്നും പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന ട്രെയിനിങ് ഒന്നുമല്ല. നമ്മൾ വൺസ് ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് കുറേ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്ത് സ്ട്രഗിൾസ് കൂടിയാണ്. സ്ട്രഗിൾസ് നമ്മൾ ഓവർകം ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചൊരു ഒരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പം ഞാനും നിങ്ങളോടായിട്ട് പറയാണ്, യങ് ആയിട്ടുള്ള നിങ്ങൾക്ക്, അതായത് ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഇനീഷ്യലി ഒരു പാനിക് ആയിട്ടുള്ളൊരു മൂഡിലായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. അപ്പോൾ ആ പാനിക്നെസ് മാറി കോൺഫിഡൻസ് വന്ന് നിങ്ങൾ അതിൽ എന്ത് വന്നാലും നേരിടാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിന് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് വരും. അപ്പോൾ ഈ യങ് ആർട്ടിസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല ടാലൻ്റ് ഉണ്ടാവും, പിന്നെ നല്ല ആ മേഖലയിൽ നല്ല കഴിവുള്ളവരായിരിക്കും. പക്ഷെ നിങ്ങളെ സെൽഫ് ബ്രാൻഡിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ആരും കൊണ്ടുതരില്ല. നിങ്ങളായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം. ഇൻ ദ സെൻസ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പല ഡോറും നമ്മൾ മുട്ടേണ്ടി വരും. അങ്ങനെ ഡോറ് മുട്ടി മാത്രമേ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയുള്ളൂ. അതല്ലാണ്ട് നമ്മളൊരാളെ മുമ്പിൽ പോവില്ല. ചില സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് അവരെ കയ്യിൽ നിന്ന് ഒരു റിപ്ലൈ കിട്ടുക. എന്നാലും നമ്മൾ ഡോറ് മുട്ടിക്കൊണ്ടേയിരിക്കണം. കാരണം എവിടെയെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമ്മൾ എത്തും. അപ്പോൾ സ്വന്തം കഴിവിനെ ഒരിക്കലും വിശ്വാസമില്ലായ്മയോ അല്ലെങ്കിൽ കഴിവിനെപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് അപ്രോച്ച് ചെയ്യരുത്. എനിക്ക് പറ്റും, ഞാൻ എപ്പോഴും എനിക്ക് 100ൽ 100 മാർക്ക് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ബ്രദറിനെ ചോദിക്കുമ്പോൾ ബ്രദർ എപ്പോഴും പറയും ഒരു 95, 96 കൊടുക്കുകയുള്ളൂ എന്നാണ് പറയാം. എനിക്ക് 100ൽ 100 കൊടുക്കും. ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ ഞാൻ തന്നെയാണ്. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ട്. എനിക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ബ്രദർ എന്നോട് പറയും, നീ ഇത് അറിഞ്ഞിട്ടാണോ അത് ചെയ്യുന്നത്? അല്ല, ചെയ്തു നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നാണം കെടും, നോ പ്രോബ്ലം. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് 100ൽ 100 കൊടുക്കും. എന്നെ വെല്ലാൻ ഇനി ഒരാളില്ല എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു, അതായത് യങ് ആയി ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് പറ്റുമെങ്കിൽ, അതായത്
ആർട്ടിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് ഇത്രയും കാര്യങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ? നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫെസ്റ്റ് നിങ്ങൾ എത്ര അടിപൊളിയായിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു 200 പേജിൻ്റെ ബുക്കിൽ എഴുതി കുറച്ച് പോക്കറ്റ് മണിയൊക്കെ ആയിട്ടുള്ള കുറച്ച് പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ പോകുന്ന ഒരാൾ ഇന്ന് ഈ കാണുന്നതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇനിയും ആഗ്രഹം ഇതിനേക്കാൾ, അതായത് കേരളം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു ആർട്ട് സ്കൂൾ എന്നുള്ള രീതിയിൽ ഇനിയും കൂടുതൽ അറിയപ്പെടണം എന്നോ ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി പുറത്ത് എബ്രോഡിൽ എവിടെയെങ്കിലും പോയി തുടങ്ങാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരിക്കലും ലിമിറ്റേഷൻസ് വെക്കരുത്. ആഗ്രഹിക്കുക, ഒരു കുന്നോളം ആഗ്രഹിക്കുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ദൈവം തരും. ഓക്കെ, അപ്പോൾ മാം സാറിനോടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം മാം നേരത്തെ പറയുന്നുണ്ട് പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പം ക്ലാസിക്കൽ ജംസിനായിട്ട് ഈ ആർട്ട് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ഒരു ടീം ബിൽഡ് ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റ് മൈൻഡ് സെറ്റും ബിസിനസ് മൈൻഡ് സെറ്റും തമ്മിലൊരു കോംപ്ലക്സ് വരാതെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ഒരു അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ അവർക്ക് ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പയ്യെ നമ്മളിപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് കാര്യങ്ങൾ. അപ്പോൾ അവരത്ര യൂസ്ഡ് ആയിരുന്നില്ല അതുമായിട്ട്. അപ്പോൾ അവർ എസ്പെഷ്യലി പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ സംസാരിക്കാം, മോർ ദാൻ മണി അവർ വാല്യൂ ചെയ്യുന്നത് സെൽഫ് റെസ്പെക്റ്റും ക്രിയേറ്റീവായിട്ടുള്ള എൻവയൺമെൻറ്റും. അവർക്ക് പൈസനേക്കാളൊക്കെ കൂടുതൽ അവർ സെൽഫ് റെസ്പെക്റ്റും ആ ആർട്ടിനെ ഭയങ്കര ഡിവോഷണലായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. പിന്നെ അതുമാത്രമല്ല അവർക്ക് വേണ്ട ഒരു ക്രിയേറ്റീവ് എൻവയൺമെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. അപ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഹാൻഡിൽ ചെയ്യുമ്പോഴും ആ രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് എൻവയൺമെൻറ്റിൽ നിന്ന് വന്ന ഞാൻ ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും മെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇനീഷ്യലി അവർക്ക് അത് കുറച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ സ്ലോലി ദേ ഓൾസോ സ്റ്റാർട്ടഡ് ഇങ്ങനെ ഫോർമലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നാളെ ഗുണമുണ്ട്, ഡേറ്റ്സിൽ തമ്മിൽ മിസ്കമ്മ്യൂണിക്കേഷൻ വരില്ല, നാളെ പറയുന്നതിന് ക്ലാരിറ്റി ഉണ്ടാവും. മേ ബി സംഭവം അവർക്ക് നമ്മളിവിടെ മാത്രമല്ല അസോസിയേറ്റ് ചെയ്യുമ്പോൾ വേറെ സ്ഥലങ്ങളിൽ അവർക്ക് അത് യൂസ്ഫുൾ ആവും. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കല്ല, ആർട്ടിസ്റ്റുകളൊക്കെ അവരെ നാളെ വിളിച്ചിട്ട് ചിലപ്പോൾ പറയും 10-ാം തീയതി ഒരു പരിപാടി ഉണ്ട്, ആ 10-ാം തീയതി ഒരു പരിപാടി ഉണ്ടെന്ന് വേർബലി ഫോണിലായിരിക്കും അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 9th ഈവനിങ് ആയിരിക്കും വിളിച്ചിട്ട് അത് ക്യാൻസലേഷൻ ആവുക, അല്ലെങ്കിൽ ആ ഡേറ്റ് മാറ്റി പറയുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് അവെയർ അല്ലാത്തതുകൊണ്ട് അവരും അതിൻ്റെ ഇടയിൽ പെട്ടുപോകും. അപ്പോൾ ഇതിന് പകരം ഫോർമലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇനി അതല്ല 10th പ്രോഗ്രാം 12th മാറ്റി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഈസി കാര്യം എന്താ, ഒരു മെയിൽ അയക്കുക. ആ മെയിൽ അയച്ചാൽ അത് അവർക്ക് ഫോർമലായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, നാളെ അത് ഉണ്ട് ഇല്ലെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കിത് കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു. അപ്പോൾ ആർട്ടിസ്റ്റും പിന്നെ ബാക്കിയുള്ള നോർമൽ ടീം നമ്മൾ ഓൾറെഡി യൂസ്ഡ് ആയിരുന്നു കുറേ കാര്യങ്ങളായിട്ട്. അപ്പോൾ ആർട്ടിസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പയ്യെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ഇനീഷ്യലി എടുത്ത സ്റ്റെപ്പ്. ഇപ്പം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആർക്കും തന്നെ പ്രോബ്ലം ഇല്ല. അവർ പറയുന്നത് ഇവിടെ ഇങ്ങനെ വന്നതിന് ശേഷം അവർക്കും കുറേ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ ചേഞ്ച് ചെയ്ത്, പലർക്കും മെയിൽ ഐ ഡി പോലും ഇല്ലായിരുന്നു, മെയിൽ ഐ ഡി തുടങ്ങി അവരൊക്കെ. അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് ഇമെയിൽ ഐ ഡി ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ ഇമെയിൽ ഐ ഡി തുടങ്ങി. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറേ മാറ്റങ്ങളാണ്. മാം, ഈ വേദിയിലിരിക്കുന്ന സ്റ്റുഡൻസിനൊപ്പം ആർട്ടും അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക്സും ഒരുപോലെ കൊണ്ടുപോകാൻ, ഇപ്പോൾ ഓൺടർപ്രണർഷിപ്പും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി മാം കൊടുക്കുന്ന ഒരു സ്ട്രോങ് മെസ്സേജ് എന്തായിരിക്കും? നിങ്ങൾ ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കോ ഫൗണ്ടർ ഉണ്ടെങ്കിൽ, ഇതേപോലൊരു ബുദ്ധിയുള്ള നല്ല ബുദ്ധിയുള്ള ഒരാളെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പണി എളുപ്പമാകും. മനസ്സിലായോ? പിന്നെ മാത്രമല്ല, നമ്മളെപ്പോഴും നമ്മളെ കോ ഫൗണ്ടറിനെ ട്രസ്റ്റ് ചെയ്യണം. കാരണം ആ ആളെ ചിന്തിക്കാൻ വിട്ടാലേ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതല്ലാണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോട്ടർ കേടായി, പ്ലംബർ വന്നില്ല, അല്ലെങ്കിൽ ഫാൻ കറങ്ങുന്നില്ല എന്നുള്ളത് നമ്മളെപ്പോഴും വന്ന് പറയരുത്. കാരണം ഡേ ടു ഡേ ബേസിസിലെ പ്രോബ്ലംസ്, അതായത് ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ കോ ഫൗണ്ടർ ആരെങ്കിലും ഒരാൾ ആ ചാർജ് ഏറ്റെടുക്കണം. ആ ആൾ ഡേ ടു ഡേ ബേസിസിലെ ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറായിട്ടുള്ള ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരണം എന്ന് അടുത്ത ആൾക്ക് ചിന്തിക്കാൻ പറ്റും.
അതെ, ഒരാൾ ഓപ്പറേഷൻസും ഒരാൾ സർവീസും നോക്കണം. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ ടൈമിൽ ഞാൻ എപ്പോഴും അയ്യോ ചേട്ടാ അവിടെ ആള് വന്നു, ഫാൻ കേടായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്നോട് ബ്രദർ പറയും, അശ്വതി ഇത് നീ സോർട്ട് ഔട്ട് ചെയ്യണം. കാരണം നീ ഈ പ്രോബ്ലം വന്ന് നീ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനും നിൻ്റെ കൂടെ വന്ന് നിന്ന് ആ ഫാനിന് ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ 2 പേരെ സമയം അവിടെ പോകും. സോ നീ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എന്നിട്ട് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എൻ്റെ അടുത്തോട്ട് എത്താം. ആ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ നിനക്ക് നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്ത് തരാം. അതല്ലാണ്ട് ഡേ ടു ഡേ ബേസിസിൽ ചെറിയ സ്മോൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരു ഫൗണ്ടറിനോടോ കോ ഫൗണ്ടറിനോടോ സംസാരിക്കുമ്പോൾ ആൾക്കൊരിക്കലും ചിന്തിക്കാൻ നമ്മൾ സ്പേസ് കൊടുക്കുന്നില്ല. കാരണം പുള്ളി ചിന്തിച്ചാൽ മാത്രമേ ഇതിനടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ എനിക്കൊരു കാര്യം എന്താ വെച്ചാൽ അശ്വതി പറയുന്ന പോലെ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു ഡാൻസ് ടീച്ചറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ആർട്ട് ടീച്ചറിൻ്റെ കാര്യത്തിൽ കോൺഫ്ലിക്റ്റ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ആൾക്കാരെ ബിലീവ് ചെയ്തിട്ട് അത് ഏൽപ്പിക്കാന്നുള്ള. അശ്വതി പറഞ്ഞത് എൻ്റെ കേസിൽ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മാനേജ്മെൻറ്റും ഈ മാർക്കറ്റിങ്ങിന് നോളജ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നാൽ, ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ ഞാനത് ടേക്ക് ഓവർ ചെയ്യാം. ആർട്ടാകുമ്പോൾ അശ്വതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാണ്ടിരിക്കാം. കാരണം വെച്ചാൽ അവർക്കാണ് അതിൽ സുപ്പീരിയർ ആയിട്ടുള്ള നോളജ് ഉള്ളത്. അപ്പോൾ അവിടെ ഞാൻ പോയിട്ട് അഭിപ്രായം പറഞ്ഞ് ഈഗോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ ഈ ഫൗണ്ടേഴ്സിൻ്റെ കോൺഫ്ലിക്റ്റിനും പ്രോബ്ലം അതാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനീഷ്യൽ ടൈമിൽ പറഞ്ഞു, ഒരു നിതിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ആക്ച്വലി നമ്മളിത് മാർക്കറ്റിങ്ങിൽ. അപ്പോൾ ഈവൻ ഗ്രൂപ്പിൽ ഉള്ള ഡിസ്കഷൻസിലാണെങ്കിൽ പോലും ക്രിയേറ്റീവിൻ്റെ കാര്യത്തിലോ ഇതിലെന്തെങ്കിലും വരുമ്പോഴും ചില കാര്യങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആൾ പറയാം. അപ്പോൾ ആള് എൻ്റെ ഫ്രണ്ടാണ്, പോരാത്തതിന് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ്, കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ ചില സമയത്ത് എൻ്റെ ഡിസിഷൻസ് മാറ്റിയിട്ട് ആളെ ട്രസ്റ്റ് ചെയ്ത് ഇതിന് ഡിസിഷൻസിന് വിടും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാണ് ആ ഫീൽഡിൽ ഡിജിറ്റലി മാർക്കറ്റിങ്ങിലും അതിൻ്റെ മെറ്റ ആഡ്സ് കാര്യങ്ങൾ എല്ലാത്തിനെ പറ്റിയിട്ട് നോളജ് ഉള്ളത് ആ ഒരു കോറായിട്ടുള്ള പേഴ്സൺ. അപ്പോൾ ആ പേഴ്സണെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ അവിടെ ഞാൻ എൻ്റെ ഈഗോ വെച്ചിട്ട് കാര്യങ്ങൾ അതല്ല ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ ഒരു ഗ്രോത്തിനുള്ള പോസിബിലിറ്റി ഇല്ല. ഇപ്പം അശ്വതി പറഞ്ഞതും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ബിലീവ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു 4 കോർ സ്ട്രെങ്ത് ഉള്ള ഒരാൾക്കാരുണ്ട്. ഒരാൾ അക്കൗണ്ടിങ്ങിലാണ്, ഒരാൾ ഫിനാൻസിലാണ്, ഒരാൾ ഫിനാൻസിൽ, ഒരാൾ മാർക്കറ്റിങ്ങിലാണ്, ഒരാൾ സർവീസിലാണ് നോളജ്, ഒരാൾക്ക് പീപ്പിൾ മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ അതത് ഏരിയാസ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ ട്രസ്റ്റ് ചെയ്യുക. അവരത് പുതിയൊരു ഐഡിയാസ് ആയിട്ട് വരുമ്പോൾ അവർക്കത് ചെയ്ത് നോക്കാനുള്ള ഒരു പേഴ്സണൽ ഫ്രീഡം കൂടി കൊടുക്കുക. അതാണ് ഒരു കോറായിട്ടുള്ള കാര്യം. ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവും. കാരണം നമ്മൾ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ US ഒന്നും എബ്രോഡ് എന്നൊക്കെ വരുമ്പോൾ അവർ വീഡിയോസ് എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട് ഇവിടെ വിനയ്. അപ്പോൾ ഇവനോട് ഞാൻ പറയും എപ്പോഴും, എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വീഡിയോ നിങ്ങളെ പേജിൽ വന്നില്ലല്ലോ, ലൈക്ക് ക്ലാസിക്കൽ ജെൻസിൻ്റെ പേജിൽ വന്നില്ലല്ലോ, ആ കോണ്ടന്റ് എന്താണ് അപ്ലോഡ് ചെയ്യാത്തത്? അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഒരു സ്കെഡ്യൂൾ ഉണ്ട്, അതനുസരിച്ച് ഇവർ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ അവർ സ്കെഡ്യൂളിൽ അല്ലെങ്കിൽ അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോയിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് അത് മാറ്റണം അങ്ങനത്തെ പറയാറില്ല. കാരണം അതെൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ആർട്ടാണ്. ആർട്ടിൽ എന്ത് പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഞാനത് സൊല്യൂഷൻ കണ്ടെത്തും. അതും ചില സമയത്ത് എനിക്ക് ബ്രദറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഞാനും പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ലൈക്ക് യങ് ആയിട്ടുള്ള ആൾക്കാർ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റ് അതാത് കോറായിട്ടുള്ള ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കണം. അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വേറെ വരുന്നപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ആളെടുത്ത് പോയിട്ട് കൂടുതൽ ആളെ ലൈക്ക് ചോദ്യം ചെയ്യുകയോ കാര്യങ്ങളോ ചെയ്യരുത്. അത് അതിൻ്റെ കോറായിട്ടുള്ള ആളെ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക, ബിലീവ് ചെയ്യുക, പേഷ്യൻസോടെ കാത്തിരിക്കുക. എന്നാൽ മാത്രമേ സക്സസ് നമ്മുടെ കൂടെ വരുവുള്ളൂ. മാം, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി. ഇപ്പോൾ യങ് ആർട്ടിസ്റ്റിനും യൂത്തിനും ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സിംഗിൾ മെസ്സേജ് എന്തായിരിക്കും? സിംഗിൾ മെസ്സേജ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറയണേ ഭയങ്കര നിങ്ങൾക്ക് അതിനോട് ഭയങ്കര ഒബ്സഷൻ ഉണ്ട്, ഭയങ്കര പാഷനേറ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ചിലവർക്ക് ഇപ്പോൾ ഞാൻ പറയാം സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആവുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയണ ചിലവർക്ക് ആർട്ടിസ്റ്റ് ഒരു മ്യൂസീഷ്യൻ ആവുക, അല്ലെങ്കിൽ ഒരു ഞാൻ പറയുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി ചെയ്യുക, ചിലവർക്ക് ബാങ്കിൽ ജോലി ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു ഭയങ്കരമായിട്ട് ഒരു ഒബ്സഷൻ പോലെ കൊണ്ടെടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലൈഫ് ലോങ് റിഗ്രറ്റ് ആയിരിക്കും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് ട്രൈ ചെയ്ത്. ഇപ്പം ഞാൻ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ മേ ബി ഞാൻ എൻ്റെ വളരെ ലേറ്റ് ആയിട്ടുള്ള ഏജിൽ മേ ബി ജോബൊക്കെ കഴിഞ്ഞ് മറ്റേ അതായത് റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ ടൈമിൽ എനിക്ക് എപ്പോഴും ഒരു റിഗ്രറ്റ് ആയിരിക്കും, ഞാനത് ട്രൈ ചെയ്തില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഞാനത് ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് ആ റിഗ്രറ്റ് ഇല്ല. മേ ബി അത് ഇറ്റ് ക്യാൻ ഗോ ഗുഡ് ഓർ ബാഡ്, അത് പിന്നീടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മാത്രമല്ല ചെറിയ ഏജൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ MVP എന്ന് പറയുക, അതായത് ഒരു മിനിമം വയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ നിങ്ങളുടെ സർവീസോ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അതിലൊരു ചെറിയ ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് നോക്കി നിങ്ങളത് അതൊന്നും ഒരു ക്യാഷ് ഫ്ലോ വരുത്താൻ പറ്റുന്നുണ്ടോ, അതിൽ നമുക്ക് മാർജിൻ കിട്ടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത് ബിസിനസ് എന്നല്ല, എന്ത് പ്രൊഫഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒബ്സെഷനായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കുക. അതാണ് ഞാനും പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പം ഞാൻ പേഴ്സണലി ഞാനും പറയുന്ന ഒരു വെച്ചാൽ ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈം അല്ലെങ്കിൽ ഇതെടുത്ത ഒരുപാട് ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാറും. അതായത് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടിയാൽ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി, പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡിലേക്ക് പോയി പെട്ട് കഴിഞ്ഞാലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ ലൈഫിൽ വലിയ റിസ്ക് ഒന്നും എടുക്കൂല, നമ്മളൊരു ലീപ്പിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യൂല. അപ്പോൾ അതും പക്ഷേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കംഫർട്ട് സോൺ ആയിട്ടുള്ള ഒരു ലൂപ്പ് കൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ, ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിസ്ക് എടുത്ത് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. അതും ഇപ്പം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ പലതായിരിക്കും. ഞാൻ പറയണേ പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഈ മറ്റേ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻകം സ്ട്രീമൊക്കെ കട്ട് ഡൗൺ ചെയ്തിട്ട് ചിലപ്പോൾ ഫാമിലീൻ്റെ സിറ്റുവേഷൻസ് ആവാം, പല ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ട്രൈ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിന്ന് വരില്ല. പക്ഷെ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ഒരു സൈഡായിട്ടാണെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ക്യാഷ് ഫ്ലോ വരുത്താൻ പറ്റുന്നുണ്ടോ, ഒരു ഇൻകം കിട്ടുന്നുണ്ടോ, കുഴപ്പമില്ലാത്ത ഒരു ഇൻകത്തിലേക്ക് അത് എത്തിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. മാം, ഇപ്പം AI എമേർജിങ് ടെക്നോളജീസ് ഉണ്ടല്ലോ, അപ്പം അത് നമുക്ക് ഫ്യൂച്ചറിൽ ആർട്സിനെ എങ്ങനെ റീഷേപ്പ് ചെയ്യും? ഇപ്പോൾ ക്ലാസിക്കൽ ജംസിൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ പറയാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളിൽ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് സെഷൻസ് ഓട്ടോമേറ്റ് ചെയ്യുക, പിന്നെ സ്കെഡ്യൂൾസ്, ഫീഡ്ബാക്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ളതിൽ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഒരുപാട് നമ്മളൊക്കെ പുറത്ത് ഇപ്പോൾ മോഷൻ സെൻസറിങ്ങും പിന്നെ ആൾക്കാരുടെ അറ്റൻഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ പറയുകയാണെങ്കിൽ അതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എമേർജിങ് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. AIൻ്റെ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഫേസിലാണല്ലോ ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡാറ്റ വെച്ചിട്ട് ഒരുപാട് വണ്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിൽ എങ്ങനെ വരികയെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ മേ ബി നാളെ ഒരു ആർട്ടിൽ ഭയങ്കരമായിട്ട് AIൻ്റെ ഇൻവോൾവ്മെൻറ്റ് വന്നാലും ആ ആർട്ടിൻ്റെ ലേണിംഗ് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാനായിരിക്കും അത് യൂസ് ചെയ്യുക. ഒരിക്കലും ഞാനും ബിലീവ് ചെയ്യുന്നില്ല ആർട്ടിസ്റ്റിനെയും സ്റ്റുഡൻറ്റിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ഒരു തലക്കൽ ആർട്ടിസ്റ്റും ഒരു തലക്കൽ സ്റ്റുഡൻറ്റും തന്നെ ആയിരിക്കും ഉണ്ടാവാം മേ ബി. പക്ഷെ അവർ പഠിക്കുന്ന രീതികൾ മാറാം. ഇപ്പോൾ VR ഒക്കെ വന്നു, മെറ്റൻ്റെ VR ഒക്കെ വന്നു. അപ്പം മേ ബി അവർ ആ റിയൽ പ്ലേസിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കാം, 360 ഡിഗ്രി വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഡിഫറൻസ് വരാം. സോ ക്വസ്റ്റ്യൻസ് ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന്. Thank you. Now I would like to open the floor to the audience. If anyone has a question, you may. ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ആർക്കും? റീന മിസ്സേ. യെസ്. വെർച്വൽ ഫേസും കൂടി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പെർഫോമിംഗ് ആർട്സ് ആവുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ ഫിസിക്കൽ ഫേസ് ചെയ്യുന്നതിന് കുറച്ചും കൂടി ആപ്റ്റാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ആളുകൾ എടുത്ത് നിന്നിട്ട് ചിലപ്പോൾ ഡാൻസ് ഒക്കെ വന്ന സമയത്ത് എന്തെങ്കിലും തെറ്റി വരുന്ന സമയത്ത്
തിരുത്ത് മുദ്രകളിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഫിസിക്കൽ ഫേസാണ് കലാമണ്ഡലത്തൊക്കെ അതൊക്കെ ഫിസിക്കൽ സ്പേസിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത്. അത് വെർച്വൽ സ്പേസിലേക്ക് മാറുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ ആ വെല്ലുവിളികൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഓക്കെ സർ, സാറിന്റെ പേരെന്തായിരുന്നു? ശ്രീഷ്. ഓക്കെ സർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ വളരെ ഒരു പ്രോപ്പർ വേയിൽ ഞാൻ പറയാം. നമ്മൾ ക്ലാസ്സസ് ഫിസിക്കൽ അല്ലാണ്ട് വെർച്വൽ ക്ലാസ്സസ് എല്ലാം ഇൻഡിവിജ്വലി ആണ് നമ്മൾ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ വരെ ഇൻഡിവിജ്വലിയെ നമ്മൾ ക്ലാസ്സസ് എടുക്കാറുള്ളൂ. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ 1-on, അതായത് സ്റ്റുഡൻറ്റും ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരുപാട് പേരുള്ള ഗ്രൂപ്പ് ക്ലാസ്സസ് ആകുമ്പോൾ ആ കുട്ടീൻ്റെ പൊസിഷൻസ്, അലൈൻമെൻറ്റ്സ്, അല്ലെങ്കിൽ അടവ് ചെയ്യുന്ന സ്ട്രക്ചർ, ഇതെല്ലാം നമുക്ക് നെറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മൾ ആ ചെറിയ ക്യാമറേൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ നമുക്ക് കാണില്ല. പക്ഷേ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആ കുട്ടീൻ്റെ അലൈൻമെൻറ്റും കറക്ഷൻസും ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു പ്രോപ്പറായിട്ട് ഇവിടെ നമ്മൾ ഒരു പ്രീസെറ്റ് വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ആക്സസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊരിക്കലും യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ചെയ്യുന്നതിൻ്റെ ആക്സസ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കി ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളുടെ കറക്ഷൻസ് പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതായത് ക്ലസ്റ്റർ ബേസിസിൽ അവർ റിമാർക്സ് നോട്ട് ചെയ്യുന്നുണ്ട് ഡേ ടു ഡേ ബേസിസിൽ. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എടുത്ത കുട്ടീനെ നാളെ വേറൊരു ടീച്ചർ മാറിയെടുക്കുമ്പോഴും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല. കാരണം ഞാൻ എവിടെ നിന്ന് പഠിപ്പിച്ചിട്ടാണോ നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നെക്സ്റ്റ് ടീച്ചർ എടുക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാം സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ ആൾക്കാർ തന്നെയാണ് ആ സ്റ്റുഡൻസിന് ക്ലാസ്സസ് എടുക്കുന്നത്. പിന്നെ അവർ നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് US നിന്ന് വന്നിട്ടാണെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്നാണെങ്കിലും തിരുവനന്തപുരം, കേരളത്തിൻ്റെ പുറത്തും അകത്തു നിന്നൊക്കെ വരുന്ന സ്റ്റുഡൻസ് എല്ലാവരും നമ്മളടുത്ത് പഠിക്കുന്നുണ്ട്. കാലിക്കറ്റിൽ നിന്ന് വരെ KMCT കോളേജിൽ നിന്നുള്ള കുറേ ഡോക്ടേഴ്സ് നമ്മളടുത്ത് പഠിക്കുന്നുണ്ട്. കുറേ പേര് കാലിക്കറ്റ് ആണെങ്കിലും ഓൺലൈൻ ഓപ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വന്ന് പഠിക്കാൻ ചിലപ്പോൾ ടൈം കിട്ടിക്കോളണമെന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ ലോങ് ആയിട്ടുള്ള ഷോർട്ടായിട്ട് അടുത്തുള്ള ആൾക്കാർക്കും വന്ന് പഠിക്കാനും ഓൺലൈൻ അറ്റൻഡ് ചെയ്യാനും രണ്ട് രീതിയിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സസ് എടുത്താൽ പറ്റും. ഇപ്പോൾ 2 ക്ലാസ്സസ് ഓഫ്ലൈനും 2 ക്ലാസ്സസ് ഓൺലൈനും എടുക്കാം. ആ 2 ക്ലാസ്സസ് ഓഫ്ലൈൻ വരുന്ന സമയത്ത് അവർക്ക് അവരെ കറക്ഷൻസ് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ പുറത്ത് US ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അവർ ലീവിന് വരുന്ന സമയത്ത് ഒരു 10 days അവർ സ്കെഡ്യൂൾ ചാർട്ട് ചെയ്ത് ക്ലാസിക്കൽ ജംസിൽ വന്ന് അവിടെ നിന്ന് പഠിച്ച് കറക്ഷൻസ് കറക്റ്റ് ചെയ്തിട്ട് അവർ പോവാറുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട് ഇവരെ സ്റ്റേജസ്. നന്നായി ചെയ്യുന്ന കുട്ടികളെ നമ്മളൊരു 6-7 months നല്ല കുട്ടികളെ എടുത്ത് ഗ്രൂം ചെയ്യിച്ചൊരു 1 year കഴിയുമ്പോൾ അവർ ഇൻഡിവിജ്വൽ സോളോ അരങ്ങേറ്റംസ് നമ്മൾ ഗുരുവായൂർ വെച്ച് നടത്താറുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് സാർ പറഞ്ഞ പോലെ ആ ഒരു ക്വാളിറ്റി കംപ്രസ് ആവുന്നില്ല. ഗ്രൂപ്പ് ക്ലാസ്സസ് എടുക്കുമ്പോഴായിരിക്കാം മേ ബി അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് വെർച്വൽ ക്ലാസ്സസ് ആണ് കൂടുതലും നമ്മളടുത്ത് ചോദിച്ച് വരാറ്. കാരണം ട്രാവലിംഗ് ആകുമ്പോഴും ഇപ്പോൾ IT ബാങ്ക് മാനേജേഴ്സൊക്കെ എപ്പോഴും എത്തുന്ന സമയം ഒരുപാട് ലേറ്റ് ആവും. ഡ്യൂട്ടി ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഓൺലൈനാണ് മോർ കംഫർട്ടബിൾ. അപ്പോൾ ഓൺലൈൻ പഠിച്ചിട്ട് അവർ പിന്നീട് ഫ്രീ വരുന്ന സമയത്ത് ഓഫ്ലൈൻ വന്നും പഠിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. ഷോ ഇതോടുകൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഒരുപാട് സന്തോഷം നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ഇവിടെ എത്തിയതിനും നമ്മളെ കൂടെ ചേർന്നതിനും എല്ലാത്തിനും താങ്ക് യു.